ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ ബാബു സ്വലാത്തിൽ ജുമുഅ, ജുമുഅ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال إذا قلت لصاحبك أنصت يوم الجمعة والإمام يخطب فقد لغوت. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം നമ്മോട് ഉദ്ധരിക്കുന്നു. ഇദാ ഖുൽത ലിസാഹിബിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ സാഹിബിനോട് സംസാരിച്ചാൽ അൻസിത്, മിണ്ടാതിരിക്കൂ എന്ന് നീ സംസാരിക്കുകയാണ്. യൗമൽ ജുമുഅത്തി വൽ ഇമാമു യഖ്തുബ്, ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ വെള്ളിയാഴ്ച ദിവസം നീ നിന്റെ കൂടെയുള്ളവനോട് മിണ്ടാതിരിക്കൂ എന്ന് നീ സംസാരിച്ചാൽ ഫഖദ് ലഗൗത, നീ അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ജുമുഅ ദിവസം മിമ്പറിൽ ഖതീബ് പ്രവേശിച്ച് ഖുതുബ ആരംഭിച്ചാൽ യാതൊരു രൂപത്തിലുള്ള അശ്രദ്ധയിലും പെടാതെ ഖുതുബ സാഗൂതം ശ്രദ്ധിക്കണം. അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി ഖതീബ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദ അറിയിക്കുന്ന ഒരു ഹദീസാണിത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ ഖുൽത ലിസാഹിബിക്, നീ നിന്റെ കൂടെയുള്ള സാഹിബിനോട് നീ പറഞ്ഞാൽ. സാഹിബ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിന്റെ കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിലല്ല. സാഹിബ് അങ്ങനെ പല രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നിന്റെ കൂട്ടുകാരൻ, നിന്റെ ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിലുണ്ട്. അതായത് സാഹിബ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചാൽ അതിന്റെ അർത്ഥം ഒരിക്കലും നിന്റെ കൂട്ടുകാരല്ലാത്ത ആളുകളോട് നിനക്ക് പറയാം എന്നല്ല. മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്ന സാഹിബ് എന്ന് പറഞ്ഞാൽ നിന്റെ അരികിൽ ഇരിക്കുന്ന ആള്, നിന്റെ തൊട്ടോ മുമ്പോ ശേഷമോ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി, അവനോട് എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇദാ ഖുൽത ലിസാഹിബിക്, നിന്റെ കൂടെയുള്ളവനോട് നീ പറഞ്ഞാൽ അൻസിത് ഉസ്കുത്, നീ മിണ്ടാതിരിക്കൂ എന്നാണ് പറയുന്നത്. യൗമുൽ ജുമുഅ, ജുമുഅ ദിവസം, വൽ ഇമാമു യഖ്തുബ്, ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ എന്ന് പ്രത്യേകം പറഞ്ഞു. ഫഖദ് ലഗൗത, നീ അനാവശ്യം പ്രവർത്തിച്ചു. ഐ ഹുരിംത അജ്റൽ ജുമുഅ, നിനക്ക് ജുമുഅയുടെ പ്രതിഫലം അത് നിഷിദ്ധമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജുമുഅയുടെ ധാരാളം പ്രതിഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ജുമുഅ ദിവസം നേരത്തെ കുളിച്ച് ശുദ്ധിയായി വന്ന് ഇമാം മിമ്പറിൽ കയറിയാൽ ശ്രദ്ധിച്ചു കേട്ടിരുന്ന് അങ്ങനെ തന്നെ തിരിച്ചു പോയൊരു വ്യക്തി, അയാൾക്ക് കഴിഞ്ഞ 2 ജുമുഅകൾക്കിടയിൽ സംഭവിച്ചു പോകുന്ന തിന്മകളെല്ലാം അല്ലാഹു തആല പുറത്തു തരും തുടങ്ങി ധാരാളം ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പ്രതിഫലമെല്ലാം ഇയാൾക്ക് നഷ്ടമാവുകയാണ്. ജുമുഅയിൽ കേവലം വന്നു തിരിച്ചുപോയി എന്നതിലുപരി, ആ ഒരു നിർബന്ധ ബാധ്യത വീട്ടി എന്നതിലുപരി, അയാൾക്ക് ജുമുഅ ദിവസം പങ്കെടുത്ത് ലഭിക്കേണ്ടതായ യാതൊരു പ്രതിഫലവും ലഭിക്കാത്ത അവസ്ഥയിൽ മടങ്ങിപ്പോകും സംസാരിക്കുന്ന വ്യക്തിക്ക്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ തന്നെ പറഞ്ഞു, വമൻ ലഗ ഫലാ ജുമുഅത ലഹ, ആരെങ്കിലും ഇങ്ങനെ അനാവശ്യം പ്രവർത്തിച്ചാൽ അവന് ജുമുഅയില്ല, അവന്റെ ജുമുഅയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ഫവായിദ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശർഹിൽ പറഞ്ഞത് നമുക്ക് കേൾക്കാം. അതിൽ ഒന്നാമത്തേത് തഹരീമുൽ കലാം വൽ ഇമാമു യഖ്തുബു യൗമൽ ജുമുഅ, ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ സംസാരിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും ഇത് കൂടുതൽ കണ്ടുവരുന്നത് പൊതുവെ മലയാള ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാത്തതായ മസ്ജിദുകളിലാണ്. കാരണം ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല, എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള പല മസ്ജിദുകളിലും പ്രത്യേകിച്ചും വളരെ പുറകിലിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആളുകൾ വരെ അതിലുണ്ടാകും. 1ാമത്തെ നിലയിലോ 2ാമത്തെ നിലയിലോ ഒക്കെ ഇരിക്കുന്ന വലിയ മസ്ജിദുകളാണെങ്കിൽ ഖുത്ബ ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ ഇങ്ങനെ സംസാരത്തിൽ, ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവനോട് പല രൂപത്തിലുള്ള വിശേഷണങ്ങൾ, ലോക്യങ്ങൾ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ മൊബൈലിൽ ചാറ്റ് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ പല മസ്ജിദുകളിലും പതിവായിരിക്കുകയാണ്.
ഇനി അതല്ലാത്ത ആളുകളാണെങ്കിൽ ഇതറിയാത്തതിന്റെ പേരിൽ അവർ ആവശ്യമുള്ള ചില കാര്യങ്ങൾ, അത്യാവശ്യം എന്നൊക്കെ വിചാരിച്ച് ചില കാര്യങ്ങൾ അവർ സംസാരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് മിണ്ടാതിരിക്കൂ എന്ന് വരെ നീ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എപ്പോഴാണ് ഇത് ബാധകമാകുന്നത്? ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. വൽ ഇമാം യഖ്തുബ്, ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ എന്നാണ്. അപ്പോൾ ഇമാം ഖുതുബ പറയാത്തതായ ചില സന്ദർഭങ്ങളുണ്ട്. ഇമാം കയറി വന്ന് സലാം പറഞ്ഞു, പിന്നീട് ബാങ്ക് കൊടുത്ത് കഴിയുന്നത് വരെ ഇമാം ഖുതുബ പറയുന്നില്ല, മെമ്പറിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് സംസാരിക്കുന്നത് ഈ പറയുന്ന വിലക്കിൽ വരുന്നില്ല എന്നാണ്. അതുപോലെ രണ്ട് ഖുതുബകൾക്കിടയിൽ ഇമാം ഇരിക്കുന്ന സമയത്ത് ഒരാൾ സംസാരിച്ചാലും ഈ വിലക്കിൽ വരില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ അതിന്റെ ആ സമയത്ത് ശബ്ദമുണ്ടാക്കാം എന്നല്ല ഈ പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന വിലക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ താക്കീത് വന്നിട്ടുള്ളത് അത് പ്രത്യേകിച്ച് ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ എന്നതാണ്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരു വലിയൊരു മസ്ജിദാണ്. ആ മസ്ജിദിലെ ഒരു ഭാഗത്ത് പെട്ടെന്ന് ഇമാം ഖുതുബ പറയുന്നത് കേൾക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അത്രയും വലിയ മസ്ജിദാണ്. ആ ഭാഗത്തേക്ക് സ്പീക്കറിന്റെ കണക്ഷൻ മറ്റോ ഇല്ലാതായിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള സമയത്തും ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ താക്കീതിൽ പെടുന്നില്ല എന്നാണ്. കാരണം ഇമാമിനെ അവിടെ ശ്രദ്ധിക്കാനുള്ള അവസ്ഥ ഒന്നുമില്ല. ഇമാം പറയുന്നതൊന്നും കേൾക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. അത്തരം സാഹചര്യത്തിൽ ആരെങ്കിലും സംസാരിച്ചാൽ ഈ താക്കീതിൽ പെടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണമായി നിശബ്ദമായിരുന്നു കൊണ്ട് ഇമാമിനെ ശ്രവിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളത്. അത് ചെറിയ ഖുതുബയാണെങ്കിലും ശരി, വലിയ ഖുതുബയാണെങ്കിലും ശരി. വൽ ഇമാമു യഖ്തുബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ്. ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ അത് എത്രയായാലും അതുവരെ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് ആ ജുമഅക്ക് ഹാജരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. രണ്ടാമത്തെ ഫായിദയായി അദ്ദേഹം പറയുന്നു, വുജൂബുൽ ഇൻസാത്ത് ലി ഖുതുബത്തിൽ ജുമുഅ, മിണ്ടാതിരിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഫായിദ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സാഗൂതം ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒന്ന് സംസാരിക്കാനും പാടില്ല, എന്നാൽ സംസാരിക്കാതെ പിന്നെ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധയിലായിക്കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടാൻ പാടുമോ? ഇല്ല, അത് പാടില്ല. അത് ശ്രദ്ധിച്ചിരിക്കുക തന്നെ വേണം. ഇത് നിർബന്ധമായ കാര്യമാണ്. നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ പണിയിലായി ആരോട് സംസാരിക്കുന്നൊന്നുമില്ല. ഓരോരുത്തരും അവർ തോന്നുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അവന്റെ എന്തെങ്കിലുമൊക്കെ പണികൾ അവിടെ നിർവഹിക്കുക, വല്ല എഴുതാനുണ്ടെങ്കിൽ ഒരാൾ എഴുതുക, അല്ലെങ്കിൽ മൊബൈലിൽ വല്ല പണി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കുക. ഇല്ല, ഇതൊന്നും തന്നെ പാടില്ല. ഇമാമിനെ പൂർണ്ണമായി ശ്രദ്ധിച്ചിരിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സംസാരം തന്നെ പാടില്ല എന്ന് പറഞ്ഞത്. അതല്ലാതെ സംസാരം എന്നുള്ളത് കേവലം സംസാരിക്കരുത് എന്നുള്ള നിലക്കല്ല. മറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിനക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല, നീ സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകൾക്കും അത് ബുദ്ധിമുട്ടാണ്, അവർക്കും ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സംസാരത്തെ വിലക്കിയത് ഇമാമിനെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള കാരണം കൊണ്ടാണ്. ഇമാമിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഫായിദയും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വാജിബായ ഒരു കാര്യം ആണെങ്കിൽ പോലും, വാജിബായ നിർബന്ധമായ ഒരു കാര്യമാണെങ്കിലും പോലും ഇമാം ഖുതുബ പറയുന്ന സമയത്ത് നമുക്ക് മിണ്ടാൻ പാടില്ല എന്നാണ്. കാരണം ഒരു തിന്മ കണ്ടാൽ അതിനെ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ചെറുക്കുക, എതിർക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി ഫഇല്ലം യസ്തതി ഫബിലിസാനി. നിങ്ങൾക്ക് മുമ്പ് ഒരാൾ ഒരു മുൻകർ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തടുക്കട്ടെ, അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ സംസാരിക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഖുതുബ പറയുന്ന സമയത്ത് ഒരാൾ സംസാരിക്കുക എന്നുള്ളത് മുൻകറാണ്, ഇത് നമ്മൾ കാണുകയാണ്. എന്നിട്ടുകൂടി അവനോട് അൻസിത്, മിണ്ടാതിരിക്കുക എന്ന് നമ്മൾ പറയുക എന്നുള്ളത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അത് പാടില്ല എന്നാണ്. അങ്ങനെ നീ പറഞ്ഞാൽ ഫഖദ് ലഗൗത, ഞാൻ ആവശ്യം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ പോലും പാടില്ല. ഇതിൽ നിന്നും നമ്മൾ നേരത്തെ മുസ്തസ്ന, ഒഴിവുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പഠിച്ചതാണ്. 2 ആഴ്ച മുമ്പുള്ള ഹദീസിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അഥവാ ഇമാം ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മുസ്തമി ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാൾക്ക് ഇമാമിനോട് മറുപടി പറയാം. അത് അതിൽ നിന്ന് ഒഴിവുള്ള ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരാൾ വന്ന സമയത്ത് അയാൾ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സല്ലൈത യാ ഫുലാൻ, ഓ മനുഷ്യ നീ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ഇല്ല. അന്നേരം അവിടുന്ന് പറഞ്ഞു ഖും ഫസല്ലി റക്അതൈൻ, എഴുന്നേൽക്ക് 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇദ്ദേഹം ലാ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് അനുവദനീയമാണ്. ഖത്തീബ് ഏതെങ്കിലും ഒരാളോട്
എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, നീ തഹിയ്യത്ത് നിസ്കരിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യൂ എന്ന് ഖത്തീബ് ഒരാളോട് സംസാരിച്ചാൽ അയാളോട് ഖത്തീബിനോട് ഈ വ്യക്തിക്ക് സംസാരിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ മറ്റൊരു കാര്യമാണ് പണ്ഡിതന്മാർ ദറൂറത്തിന്റെ അവസ്ഥ, അഥവാ അവിടെ വലിയൊരു അപകടം നടക്കും എന്ന് തോന്നുമാറുള്ള വല്ല അവസ്ഥയും ഉണ്ടായാൽ, ഒരു കുട്ടി എന്തെങ്കിലുമൊക്കെ വലിയൊരു അപകടത്തിൽ പെടാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ ഒരു അപകടത്തിൽ ചാടാൻ പോകുന്നു, അപ്പോൾ ഒരാൾക്ക് അതിനെ ചെറുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നുള്ളത് അത്തരം അനിവാര്യ ഘട്ടങ്ങളിൽ അത് അനുവദനീയമാണ്. അതല്ലാത്ത രൂപത്തിൽ നിർബന്ധമായ കാര്യമാണെങ്കിൽ പോലും, ഇവിടെയുള്ള അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ പോലെയുള്ള കാര്യങ്ങൾക്ക് പോലും സംസാരിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സംസാരിക്കുന്ന വ്യക്തിയോട് മിണ്ടാതിരിക്കൂ എന്നതുവരെ പാടില്ല എന്നാണ് പറഞ്ഞത്. അതിന് ബാക്കിയുള്ള കാര്യം പറയേണ്ടതില്ല, മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല. ഇവിടെ നല്ലൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. സംസാരിക്കുന്ന വ്യക്തിയോട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു കാര്യമാണ്, പക്ഷെ അതുപോലും പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് പറയുന്നത് കാണാം. അതുകൊണ്ട് അത്രയും ശല്യം ആയ ഒരാൾ സംസാരിക്കുന്നത് കണ്ടാൽ, ഒരു വിവരം കെട്ടവനാണ്, ഈ വിഷയം അറിയില്ല, ഖുതുബക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്, അങ്ങനെ കണ്ടാൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അവനോട് ആംഗ്യം കാണിക്കുക. കാരണം ആംഗ്യം ഇതിൽ പെടുന്നില്ല. മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന കലാമാണ് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനോട് മിണ്ടാതിരിക്കുമെന്ന് വായുടെ മുകളിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ആംഗ്യം കാണിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് കാണാം. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു വിഷയമേ കേട്ടിട്ടുണ്ടാവില്ല. അവർ കല്യാണത്തിന് വന്നതുപോലെയാണ്. കണ്ടാൽ ഒരാൾ വന്ന് അസലാനൊക്കെ പറഞ്ഞ് അവിടെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അവർ വല്ല പ്രസംഗത്തിനോ മറ്റോ വന്നതുപോലെ ഖുതുബക്ക് ഇരിക്കുന്ന പലരും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മളൊരു പക്ഷേ സുന്നത്തിന്റെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന മസ്ജിദിൽ മാത്രം ഇരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അത് അറിയില്ല. എന്നാൽ പലരും അങ്ങനെയല്ല, അവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല. അവർ പലപ്പോഴും പ്രത്യേകിച്ചും വലിയൊരു മസ്ജിദൊക്കെ ആണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന കാണാൻ സാധിക്കും. ഇനി അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള പല മസ്ജിദുകളുടെയും അവസ്ഥ ഭിന്നമല്ല. ഏറ്റവും പുറകിലിരുന്നു കൊണ്ട്, ചാരി ഇരുന്നു കൊണ്ട് നിസ്കാരമാകുന്നതുവരെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളെയും കുട്ടികളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവരെന്തിനാണ് ഈ ജുമുഅക്ക് വന്നത്? അതിന്റെ പ്രതിഫലം പൂർണ്ണമായി ഇല്ലാതായി പോകുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു സംസാരവും നമുക്ക് അനുവദനീയമല്ല ഈ ഒരു സമയത്ത്. 20, 25, 30, 40 എത്ര മിനിറ്റാണോ ഖുത്ബ നീണ്ടു നിൽക്കുന്നത്, അത്രയും സമയം ഒരു നിലക്കുള്ള സംസാരം നമുക്ക് അനുവദനീയമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. നാലാമത്തെ ഫായിദയായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ജുമുഅയല്ലാത്ത മറ്റു വഅലുകൾക്കിടയിൽ ഒരാൾക്ക് സംസാരിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ കാരണം ഈ ഒരു ക്ലാസ്സിൽ, നമ്മളൊരു ക്ലാസ്സിലാണുള്ളത്. ഇപ്പൊ ഇവിടെ ഈ ക്ലാസ്സിന് ഒരാൾ ഇരിക്കുക, ദീനിന്റെ ഒരു മജ്ലിസിൽ ഇരിക്കുക, ദീന് പഠിക്കുക എന്നുള്ളതിന് പ്രതിഫലാർഹമായ കാര്യമാണ്. പക്ഷെ അതിനിടയിൽ ഒരു ആവശ്യത്തിന് ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടോ സംസാരിച്ചാൽ ജുമുഅക്ക് പറഞ്ഞതുപോലെയുള്ള താക്കീത് ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഇത്തരം മജ്ലിസിന് പറയപ്പെട്ട പ്രതിഫലം അയാൾക്ക് തടയപ്പെടുന്നില്ല. കാരണം ജുമുഅക്ക് മാത്രമാണ് പ്രത്യേകമായി എന്തു പറഞ്ഞിട്ടുള്ളത്? പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഇല്ല ഇദാ കാന ഹാദല്ലദി യതകല്ലമു യുശവ്വിഷു അലൽ വാഇൽ ഔ അലാ മൻ യസ്തമിഉ ഇലൈഹി ഫഇന്നഹു യഹറം. പക്ഷെ ഇവന്റെ സംസാരം കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിക്ക്, അതായത് ജുമുഅ അല്ലാത്ത മറ്റ് ദർസുകളോ ക്ലാസ്സുകളോ ഒക്കെ ആകുന്ന സമയത്ത് ഇവന്റെ സംസാരം കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിക്കോ കേൾക്കുന്ന ദർസ് കേൾക്കുന്ന ആളുകൾക്കോ ഒരു തശ്വീഷ്, ഇടങ്ങാറാകലുണ്ട് എങ്കിൽ അത് പാടില്ല, അത് ഹറാമാണ്. ഇത്തരം സമയത്ത് വേണമെങ്കിൽ സംസാരിക്കുന്ന ദർസെടുക്കുന്ന ആളെ പുറത്താക്കാനുള്ള അനുവാദമുണ്ട്. കാരണം ആ ക്ലാസ്സിനെ മുഴുവൻ ബാധിക്കുന്ന രൂപത്തിലെ സംസാരവും മറ്റും ഒരാൾ നടത്തുകയാണെങ്കിൽ അയാളോട് ആ മജ്ലിസിൽ നിന്നും ഇറങ്ങിപ്പോകാൻ സംസാരിക്കുന്ന വ്യക്തിക്ക് അനുവാദമുണ്ട് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അഞ്ചാമത്തെ ഫായിദയായി അദ്ദേഹം പറയുന്നത്, ഇവിടെ ഇതിന്റെ ലാഹിർ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ജുമുഅ ഖുതുബയുടെ വിഷയത്തിലാണ്. ഇതിന്റെ ലാഹിർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ജുമുഅ ഖുതുബക്ക് മാത്രമാണിത് ബാധകമായിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഈദിന്റെ ഖുതുബക്കും പെരുന്നാളിന്റെ ഖുതുബക്കും ഒരാൾ നിർബന്ധമല്ല. പെരുന്നാളിന്റെ ഖുതുബ ഒരാൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് ജുമുഅ ഖുതുബ പോലെയുള്ള നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ ഒരാൾ പെരുന്നാൾ ഖുതുബയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഖുതുബ
ഇതേപോലെ ശ്രദ്ധിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾ ഖുതുബയ്ക്ക് ഇരിക്കുന്നില്ല, അയാൾ പോകുകയാണ് എങ്കിൽ അയാൾക്ക് പുറത്തുനിന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരാൾ ഖുതുബയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അയാളും മിണ്ടാതിരിക്കണം എന്നിതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവസാനത്തെ ഒരു ഫായിദയായി പറയുന്നത് ഇതൊരു ഖായിദ, ഒരു അടിസ്ഥാനമായ കാര്യമാണ്. അന്നൽ വഈദ യകൂനു ബിഫവാതി സവാബി കമാ യകൂനു ബിഹുസൂലിൽ ഇഖാബ്. ചില താക്കീതുകൾ, ചില ശിക്ഷകൾ കൊണ്ട് താക്കീത് ചെയ്യുന്നത് പോലെ തന്നെ ചില താക്കീതുകൾ അത് ചില പ്രതിഫലങ്ങൾ ഉള്ള പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന രൂപത്തിലുള്ള താക്കീതുകളുമുണ്ട്. പിന്നെ കാര്യം, സംഗീതം കേട്ടാൽ ഇന്ന ശിക്ഷയുണ്ട്, വ്യഭിചരിച്ചാൽ ഇന്ന ശിക്ഷയുണ്ട്, ഇതൊക്കെ ചില തിന്മകൾക്കുള്ള താക്കീതുകളാണ്. അതുപോലെ തന്നെ ചില പ്രതിഫലം നഷ്ടപ്പെടുക എന്ന് പറയുന്നതും താക്കീതാണ്. ഇപ്പൊ ജുമാ ദിവസം കിട്ടേണ്ടതായ പ്രതിഫലം മുഴുവൻ ഇവിടെ നഷ്ടപ്പെടുക, ഫഖദ് ലഗൗത് എന്നാണ് പറഞ്ഞത്. നിനക്ക് ജുമയുടെ പ്രതിഫലം ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയും ചില താക്കീതുകളുണ്ട്. ഏതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, നായ ഒരാൾ വളർത്തുകയാണ്, വീട്ടിൽ അനുവദനീയമായ ചില കാര്യങ്ങളുണ്ട്. അതല്ലാത്ത രൂപത്തിൽ നായ ഒരാൾ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ഖിറാത്ത് വെച്ച് പ്രതിഫലം അവന് നഷ്ടപ്പെടും. വലിയ ജബൽ ഉഹുദ് മലയുടെ അത്രയും വരുന്ന പ്രതിഫലങ്ങൾ ഓരോ ദിവസവും അവന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവന്റെ അമലുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ചില താക്കീതുകൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്, നിന്റെ പ്രതിഫലങ്ങളെ ഇല്ലാതാക്കി കളയുക എന്നതാണ്. ചിലത് നിനക്ക് ചില ശിക്ഷകൾ വരും എന്നറിയിക്കുന്നത് പോലെ തന്നെ എന്നും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഹദീസ്, وعن سهل بن سعد الساعدي رضي الله عنهما أن رجالا تماروا في منبر رسول الله صلى الله عليه وسلم من أي عود هو، فقال سهل من طرفاء الغابة، ولقد رأيت رسول الله صلى الله عليه وسلم قام عليه فكبر وكبر الناس وراءه وهو على المنبر، ثم رفع فنزل القهقرة حتى سجد في أصل المنبر، ثم عاد حتى فرغ من آخر صلاته، ثم أقبل على الناس فقال يا أيها الناس إني صنعت هذا لتأتموا بي ولتعلموا صلاتي، وفي لفظ فصلى وهو عليها ثم كبر عليها ثم ركع وهو عليها ثم نزل القهقرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസം മിമ്പറിൽ നിന്നുകൊണ്ട് സഹാബത്തിന് നിസ്കാരം പഠിപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സഹൽ ബിൻ സഅദ് സഅദി റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത്, അന്ന റിജാലൻ തമാറു ഫി മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അയ്യി ഉഊദിൻ ഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഒരു മിമ്പർ ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു ഈന്തപ്പന തടിയുടെ മേലെ ചാരി കൊണ്ടാണ് അവിടുന്ന് ഖുതുബകൾ പറഞ്ഞിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പിന്നീടാണ് മിമ്പർ ഒരു സ്ത്രീ, അവൾക്കൊരു ആശാരി ഉണ്ടായിരുന്നു, അതിനോട് പറഞ്ഞിട്ട് ഒരു തടി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് 3 പടിയുള്ള ഒരു മിമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. അപ്പൊ അതങ്ങനെ അവിടെ ഉണ്ട്. അപ്പൊ ചില സഹാബത്ത് അവർ തർക്കിക്കാൻ തുടങ്ങി, ഇതേത് മരമാണ് എന്നുള്ള വിഷയത്തിൽ അവർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത് ഏത് മരത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള ചർച്ചകളാണ്. അദ്ദേഹം ആ ഒരു സാഹചര്യം പറയുക. അപ്പൊ സഹൽ പറഞ്ഞു, ഇത് മിൻ തൊർഫാ ഇൽ ഗാബ, കാട്ടിൽ ഇന്ന ഒരു മരത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. ചില റിവായത്തിൽ ഈ ആശാരിയുടെ കാര്യവുമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്, വലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ അലൈഹി, ഞാൻ കണ്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഫകബ്ബറ, എന്നിട്ട് അല്ലാഹു അക്ബർ, നിസ്കാരത്തിലെ കാര്യമാണ് പറയുന്നത്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയും വകബ്ബറ അന്നാസു വറാഅഹു, ബാക്കിയുള്ള മഅ്മൂമിങ്ങൾ എല്ലാവരും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരം ആരംഭിക്കുകയും ചെയ്തു. വഹുവ അലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലാണ്. ثم رفع فنزل القهقرة حتى سجد في أصل المنبر. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ശേഷം സുജൂദ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ചില റിവായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഫനസലൽ ഖഹ്ഖറ, ഖഹ്ഖറ എന്ന് പറഞ്ഞാൽ പുറകിലോട്ടേക്ക് ഇറങ്ങുക എന്നാണ് പറയുക. കാരണം കിബിലയിൽ നിന്ന് തെറ്റാൻ പാടില്ല, നിസ്കാരത്തിലാണ്. അപ്പൊ പുറകിലേക്ക് ഇറങ്ങി അങ്ങനെ അവിടുന്ന് സജദ ഫി അസ്ൽ മിമ്പർ, മിമ്പറിന്റെ ആ ചുവടിൽ അവിടെ ആ ഭാഗത്ത് സുജൂദും ചെയ്തു. സുമ്മ ആദ ഹത്താ ഫറഗ മിൻ ആഖിരി സ്വലാത്തി, നിസ്കാരം മുഴുവൻ ഇങ്ങനെയാണ് ചെയ്തത്. അത് ഇരിക്കാനും സുജൂദ് ചെയ്യാനൊക്കെ താഴേക്ക് ഇറങ്ങി വരും.
ബാക്കി നിൽക്കേണ്ട രംഗത്തൊക്കെ സുജൂദും റുക്കൂവും ഒക്കെ ഇഅ്തിദാലും ഒക്കെ മിമ്പറിൽ വെച്ചും. സുമ്മ അഖ്ബല അലന്നാസ്, സലാം വീട്ടിയതിനു ശേഷം ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി സനഅതു ഹാദാ ലിതഅ്തമ്മൂ ബി, നിങ്ങൾ എന്നെ പൂർണ്ണമായി പിൻപറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. വലിതഅല്ലമൂ സലാത്തി, നിങ്ങൾ എന്നിൽ നിന്നും നിസ്കാരം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയും. ചില ലഫ്ളിൽ ഫസല്ല വഹുവ അലൈഹ സുമ്മ കബ്ബറ അലൈഹ സുമ്മ റകഅ വഹുവ അലൈഹ സുമ്മ നസല ഖഹ്ഖറ, അവിടുന്ന് നിന്നുകൊണ്ട് മിമ്പറിൽ നിൽക്കുകയും തക്ബീർ ചൊല്ലുകയും റുക്കൂ ചെയ്യുകയും ഒക്കെ മിമ്പറിലായിരുന്നു. പിന്നീട് സുജൂദിന്റെ സമയത്ത് പുറകിലോട്ടായി ഇറങ്ങി വന്ന് സുജൂദ് ചെയ്തു എന്നൊക്കെ ചില റിവായത്തിൽ വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളത് സഹാബത്തിന് മിമ്പർ വന്ന ശേഷം, ആദ്യമായി മിമ്പർ വന്ന ശേഷം പുതുതായി ഒരുപാട് ആളുകൾ മസ്ജിദ് നബവിയിലുണ്ട്. അപ്പൊ അവരിൽ പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാകും. അപ്പൊ അവർക്ക് കണ്ടു പഠിക്കുന്നതിന് വേണ്ടി മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മിമ്പറിൽ സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഖിയാമും റുക്കൂഉം അതിനുശേഷമുള്ള ഇഅ്തിദാലും ഒക്കെ മിമ്പറിൽ വെച്ച് ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകുവശം മാത്രമാണ് സഹാബത്തിന് കാണുക. ശേഷം സുജൂദ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്നിട്ട് അവസാനം സഹാബത്തിന് ഇത് ആദ്യമായി ശീലമില്ലാത്തതാണ്. അതുകൊണ്ട് അവിടുന്ന് പറയുകയും ചെയ്തു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി സനഅതു ഹാദാ ലിതഅ്തമ്മൂ ബി വലിതഅല്ലമൂ സലാത്തി, ഞാൻ ഇപ്രകാരം ചെയ്ത് നിങ്ങൾ എന്നെ പൂർണ്ണമായി പിൻപറ്റാനുമാണ്, നിങ്ങൾ എന്റെ നിസ്കാരം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ന് അവിടുന്ന് പറയുകയും ചെയ്തു. ഈ ഹദീസിലുള്ള ഫവായിദുകൾ, ഒന്ന്, ജവാസ് ഇത്തിഖാദിൽ മിമ്പർ, മിമ്പർ സ്വീകരിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്, മശ്റൂ ആയ കാര്യമാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പ്രകാരമാണ് നമ്മൾ ഖുതുബകൾക്ക് മിമ്പർ ഉപയോഗിക്കുന്നത്. ഖുതുബകൾക്ക് ഒരാൾ മിമ്പർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒരുപാട് ആളുകൾ കൂടിയ സമയത്ത് ആളുകൾക്കെല്ലാം കാണാത്തൊരവസ്ഥ ഉണ്ട് എങ്കിൽ മിമ്പറിൽ കയറിയാൽ കൂടുതൽ ആളുകൾക്ക് കാണാമെങ്കിൽ ആ സമയത്ത് മിമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ തെറ്റുള്ള കാര്യമല്ല. ഇനി മിമ്പർ എവിടെയാണ് വെക്കേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നു അത് പൊതുവെ മധ്യത്തിലാണ്, മസ്ജിദിന്റെ മധ്യത്തിലാണ് വെക്കേണ്ടത്. കാരണം എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും ശ്രദ്ധിക്കാനും പിൻപറ്റാനും ഒക്കെ പറ്റുക മധ്യത്തിൽ വെക്കുന്ന സമയത്ത്, അതായത് ഏറ്റവും മുമ്പിലെ സഫിൽ മധ്യഭാഗത്താണ് വെക്കേണ്ടത് എന്നത് പണ്ഡിതന്മാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഫായിദ, ജവാസുൽ ഹറക്കത്തിൽ യസീറ മിൻ അജ്ലി മുറാഅത്തിൽ മഅ്മൂമീൻ, മഅ്മൂമീങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ അനക്കങ്ങൾ അനുവദനീയമാണ്. അത് മഅ്മൂമീങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നിസ്കാരത്തിൽ ഇല്ലാത്തതായ മെമ്പറിലേക്ക് കയറുക, മെമ്പറിലേക്ക് തിരിച്ചിറങ്ങുക. ഇത് ഓരോ റക്അത്തിലും ചെയ്തു എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ആളുകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയാണ്, അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ഫായിദ, വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്, അന്നഹു യംബഗി ലിൽ ഇൻസാൻ ഇദാ ഫഅല ശൈഅൻ മുസ്തഗ്റബൻ അൻ യുബയ്യിന വജ്ഹ ഫിഅലിഹി ഹത്താ ലാ യദല്ല അന്നാസു ഫി ഖലഖിൻ വശക്ക്. നമ്മൾ പൊതുവെ ജനങ്ങൾക്ക് ശീലമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളോട് അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്യാത്ത ഒരു കാര്യമാണ്. മിമ്പറിൽ കയറി ജമാഅത്ത് നിസ്കാരം, ഇമാമും മിമ്പറിൽ കയറി നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവസാനത്ത് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് എന്നെ കൃത്യമായി പിൻപറ്റാനും എന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അങ്ങനെ വല്ല സംശയവും, അങ്ങനെയുള്ള ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന കാര്യമുണ്ടായാൽ ആ പ്രവൃത്തി കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഇത് ഇമാമിന് മാത്രമല്ല, നമുക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പൊതുവെ നമ്മൾ ചെയ്യാത്തതായ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ആളുകൾ കണ്ടാൽ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുക. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. നാലാമത്തെ കാര്യം, അഹമ്മിയത്തുൽ ഇത്തിമാമി ബിൽ ഇമാം, ഇമാമിനെ പൂർണ്ണമായി പിൻപറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഅ്മൂമിങ്ങൾ ഇമാമിനെ കൃത്യമായി പിൻപറ്റണം, പിന്തിക്കാനോ മുന്തിക്കാനോ പാടില്ല. കൃത്യമായി ഇമാമിനെ പിൻപറ്റണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വരെ കയറിയിട്ട് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് അവസാനം അവരോട് പറഞ്ഞതും അത് തന്നെയാണ്, ലിതഅ്തമ്മൂ ബി വലിതഅല്ലമൂ സലാത്തി, നിങ്ങൾ എന്നെ പൂർണ്ണമായി പിൻപറ്റണം, എന്റെ നിസ്കാരം നിങ്ങൾ പഠിച്ചെടുക്കണം. അപ്പോൾ ഇമാമിനെ കൃത്യമായി പിൻപറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. എന്നാൽ ചില ആളുകൾ വളരെ ഇതിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇമാം ഒരു വഴിക്കായിരിക്കും, ആളുകൾ നിസ്കരിക്കുന്നത് വേറൊരു വഴിക്കായിരിക്കും. ഇമാം സുജൂദിലെത്തിയാലും ചില ആളുകൾ ചിലപ്പോൾ സുജൂദിലെത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ വേറൊരു തലക്ക് ഇമാം സുജൂദിലെത്തുന്നതിന് മുമ്പ് തന്നെ ചാടി സുജൂദിലേക്ക് വീഴുന്ന ആളുകളും ഉണ്ടാകും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാമിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാം പോയ ഉടനെ
ഒരു റുക്കിനിലേക്ക് ഇമാം എത്തിയാൽ ഉടനെ നമ്മൾ കഴിഞ്ഞ റുക്കിനിൽ നിന്നും ആ റുക്കിനിലേക്ക് എത്തുക. ഇതാണ് ഏറ്റവും പൂർണ്ണമായ പിൻപറ്റുന്ന രീതി. ഇമാമിനോടൊപ്പമാകാൻ പാടില്ല, ഇമാമിൽ നിന്ന് ഒരുപാട് പിന്തി വരുന്ന രീതി അതും പാടില്ല, അല്ലെങ്കിൽ ഇമാമിന് മുൻകടന്നുകൊണ്ട് പോകുന്ന രീതി പാടില്ല. ഇത് മൂന്നും പാടില്ല. മറിച്ച് ഇമാം ഒരു റുക്കിനിലേക്ക് എത്തിയാൽ ഉടനെ നമ്മൾ ആ റുക്കിനിലേക്ക് എത്തുക. പ്രത്യേകിച്ചും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും വരുത്തുന്ന ഒരു വീഴ്ചയാണ്, ഇമാം സുജൂദിലെത്തുന്ന സമയത്ത് പലരും ഇമാമിനോടൊപ്പമാണ് സുജൂദിലേക്ക് പോകുന്നത്. സുന്നത്തിനെതിരാണ്. ഇവിടെ ഇമാം സുജൂദ് എത്തുന്നതിന് മുമ്പേ ഒരാൾ സുജൂദിലെത്തിയാൽ അത് ഹറാമാകുന്ന കാര്യമാണ്. മനഃപൂർവ്വമാണ് ചെയ്യുന്നത് എങ്കിൽ വളരെ ഗൗരവത്തിൽ താക്കീത് വന്ന കാര്യമാണ്, മുമ്പ് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഇമാം സുജൂദിലെത്തി എന്ന് ഉറപ്പുവരുത്തുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ ഇമാം സുജൂദിലെത്തി എന്ന് ഉറപ്പുവരുത്തിയാലേ നമ്മൾ നമ്മുടെ മുതുക് വളക്കാൻ പാടുള്ളൂ എന്നാണ്. സഹാബികൾ ഹദീസുകൾ അങ്ങനെ തന്നെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം മണ്ണിൽ തട്ടുന്നത് വരെ ഞങ്ങളുടെ മുതുക് വളക്കാറില്ലായിരുന്നു എന്നാണ്. അതായത് ആ റുക്കിന്, ഇഅ്തിദാൽ എന്ന് പറയുന്ന റുക്കിനിൽ നിന്നും പിന്നീട് സുജൂദ് എന്ന് പറയുന്ന റുക്കിനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി എത്തിയപ്പോഴാണ് ഇവർ മടക്കുന്നത്. ചില ആളുകൾ ഇമാമിനോടൊപ്പം തന്നെ പോകുന്നത് കാണാൻ സാധിക്കും. അത് ശരിയല്ല, അത് സുന്നത്തിന് എതിരായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം, അന്ന തഅലീമ യകൂനു ബിൽ ഖൗലി വയകൂനു ബിൽ ഫിഅൽ. ആളുകളെ പഠിപ്പിക്കുക ചില സമയത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാകും, ചില സമയത്ത് കാണിച്ചുകൊണ്ടുമാകും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചുകൊണ്ടാണ് നിസ്കാരം പഠിപ്പിച്ചത്. ചില കാര്യങ്ങൾ ആളുകളെ കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കാം, ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിലും ചെയ്തിട്ടുണ്ട്. അടുത്ത കാര്യം, ദീന് പഠിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഫായിദയാണ്. ദീന് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം, അവർ അവരുടെ ഇബാദത്തുകൾ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ ചെയ്യണം. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ നിങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങിയാൽ, നിങ്ങൾ കുടുംബത്തിലേക്ക് മടങ്ങിയാൽ, ആളുകൾ നിങ്ങൾ നിസ്കരിക്കുന്നതും നിങ്ങൾ ഇത്തരത്തിലുള്ള ഇബാദത്തിന്റെ ഓരോ രൂപങ്ങൾ ചെയ്യുന്നതും ശരിക്കും ശ്രദ്ധിക്കും. നിങ്ങൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ എവിടെയാണ് കൈകിട്ടുന്നത്, അല്ലെ? നമ്മളായാലും അങ്ങനെ തന്നെ. നമ്മളെക്കാളും വലിയ അറിവുള്ളൊരു പണ്ഡിതൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കും എങ്ങനെയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്. അപ്പോൾ ദീന് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അവർ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കും. അവരെവിടെ കൈവെക്കുന്നു, അവരെവിടെ എങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് സുന്നത്തുകളായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു രീതി ദീന് പഠിച്ച ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും പലരും വീഴ്ച വരുത്തുന്ന കാര്യമാണ്. ഇപ്പൊ കൈകൾ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ രണ്ട് കൈകളും ചുമല് വരെ അല്ലെങ്കിൽ ചെവിക്കുറ്റി വരെ ഉയർത്തുക. ഇത് തക്ബീറത്തുൽ ഇഹ്റാമിലുണ്ട്, പിന്നീട് റുക്കൂയിലേക്ക് പോകുമ്പോഴുണ്ട്, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴുണ്ട്. ഇതൊക്കെ ഉള്ളതാണ്. ഈ സാഹചര്യത്തിൽ അതുപോലെ മൂന്നാമത്തെ റക്കായത്തിലേക്ക്, 3 റക്കായത്തുള്ള നിസ്കാരമാണെങ്കിൽ മൂന്നാമത്തെ റക്കായത്തിലേക്ക് ഉയരുമ്പോഴുണ്ട്. ഇതൊക്കെ സുന്നത്താണ്. ഒരാൾ ഉപേക്ഷിച്ചാൽ പോലും, മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ പോലും അയാളുടെ നിസ്കാരത്തിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മൾ ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും അവർ പിൻപറ്റി ചെയ്യണം. പ്രത്യേകിച്ച് ആളുകൾ കാണുന്ന അമലാണ് എങ്കിൽ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആളുകൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് എന്നാ പിന്നെ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല എന്ന് വിചാരിച്ച് അവർ ഒരു സുന്നത്ത് നമ്മളിൽ നിന്നും പഠിക്കാതെ പോകാൻ പാടില്ല. മറിച്ച് നമ്മുടെ പ്രവൃത്തിയിലും സുന്നത്തുകൾ ഉണ്ടാകണം. അങ്ങനെ ആളുകൾക്ക് ആ സുന്നത്ത് മനസ്സിലാക്കാൻ സാധിക്കണം എന്ന കാര്യം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം വേറൊരു കാര്യം സൂചിപ്പിച്ചത് തക്ബീറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. തക്ബീർ അദ്ദേഹം പറയുന്നുണ്ട്, നിസ്കാരത്തിലുള്ള തക്ബീറുകൾ, പ്രത്യേകിച്ച് ഇമാം നിൽക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. തക്ബീർ, എല്ലാ തക്ബീറുകളും ഒരേ ദൈർഘ്യത്തിലാണ് ചൊല്ലേണ്ടത് എന്നാണ്. അല്ലാഹു അക്ബർ എന്നുള്ളത് എല്ലാ തക്ബീറുകളും, അത് മൂന്നാമത്തെ റക്കായത്തിൽ നമ്മൾ ഉയരുന്ന സമയത്താണെങ്കിലും ശരി, അല്ല രണ്ടാമത്തെ റക്കായത്ത് നമ്മൾ തശഹുദിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, ജനങ്ങളിൽ പൊതുവെ ആളുകൾ ചെയ്യുന്നത് പോലെ തക്ബീർ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക എന്നുള്ളതിന് സുന്നത്തിൽ തെളിവില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വേർതിരിവ് തക്ബീറിൽ ചെയ്തതായി ഹദീസുകളിൽ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഒരേപോലെ തന്നെ അല്ലാഹു അക്ബർ ആ രൂപത്തിൽ എങ്ങനെയാണോ അയാൾ പറയുന്നത് അതേപോലെ. അതല്ലാതെ മൂന്നാമത്തെ റക്കായത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ ആ രൂപത്തിൽ ഇങ്ങനെ നീട്ടി തക്ബീർ ചൊല്ലുക എന്നുള്ളതിന് പ്രത്യേകിച്ച് സുന്നത്തില്ല. മറിച്ച് അത് ഒഴിവാക്കി എല്ലാ തക്ബീറുകളും ഒരുപോലെ ആക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ചില സമയത്ത് അപ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇമാമിനെ കാണാത്ത സമയത്ത്, അത് സുജൂദിലാണോ തശഹുദിലാണോ അല്ല എഴുന്നേറ്റോ എന്നൊക്കെ സംശയം വരാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത് നല്ലതാണ്.
ആളുകൾ പലപ്പോഴും യാന്ത്രികമായി പോകുന്നതിൽ നിന്നും തെറ്റു, ശരിയാവും. കാരണം പലപ്പോഴും ആളുകൾ ഇമാമിന്റെ ഒച്ച കേട്ടിട്ടാണ് മൂന്നാമത്തെ റക്അത്താണ് അപ്പൊ എഴുന്നേക്കും, അല്ലെങ്കിൽ ഇവന് രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ യാതൊരു ബോധവും ഉണ്ടാവില്ല, ഇവനിങ്ങനെ കൈയിട്ട് ഇങ്ങനെ പോവായിരിക്കും. അവസാനം സലാം കിട്ടുമ്പോൾ സലാം കിട്ടുക എന്നുള്ളതല്ലാതെ അവന് എത്രാമത്തെ റക്അത്താണ് എന്നുള്ള ചിന്ത പോലും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇമാം എല്ലാ സമയത്തും ഒരേ തക്ബീർ ആണെങ്കിൽ ഇവൻ ഏത് റക്അത്താണ് എന്ന് മനസ്സിലാക്കാൻ ഇവൻ ശ്രമിക്കും. അല്ല എങ്കിൽ ഇവൻ ചിലപ്പോ എഴുന്നേറ്റ് പോകും. ഇപ്പോൾ രണ്ടാമത്തെ റക്അത്തായിരിക്കും, ഇവൻ ഓർമ്മയില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നാമത്തെ റക്അത്ത് പോലെ ഇവൻ എഴുന്നേറ്റ് പോകും. മറ്റേത് ഇവന് സുജൂദൊന്നും ഇമാം അല്ലാഹു അക്ബർ നീട്ടുണ്ടെങ്കിൽ ഒരൊറ്റ എണീക്കൽ അങ്ങ് എഴുന്നേക്കും, അല്ലായെങ്കിൽ ഇവൻ അവിടെ ഇരിക്കും. അത് വേണ്ട, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇമാമുമാർ അങ്ങനെ ചെയ്യലാണ് വേണ്ടത് എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من اغتسل يوم الجمعة ثم راح في الساعة الأولى فكأنما قرب بدنه ومن راح في الساعة الثانية فكأنما قرب بقرة ومن راح في الساعة الثالثة فكأنما قرب كبشا أقرا ومن راح في الساعة الرابعة فكأنما قرب دجاجة ومن راح في الساعة الخامسة فكأنما قرب بيضة فإذا خرج الإمام حضرت الملائكة يستمعون الذكر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസം നേരത്തെ പുറപ്പെടേണ്ടതിന്റെ ശ്രേഷ്ഠത നമുക്ക് അറിയിച്ചു തന്ന വളരെ മഹത്തരമായ ഒരു ഹദീസാണിത്. ജനങ്ങളിൽ വളരെയധികം ആളുകൾ, ഭൂരിഭാഗം ആളുകൾ എന്ന് തന്നെ നമുക്ക് പറയാം, ഈ ഒരു സുന്നത്തിനെ അവർ ഒഴിവാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഈ സുന്നത്ത് വളരെയധികം കുറഞ്ഞ ഒരു കാര്യമാണ്. നേരത്തെ തന്നെ ജുമുഅക്ക് പുറപ്പെടുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യഗ്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും ജുമുഅ ദിവസം കുളിച്ചു. ആ കുളിയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ ആദ്യത്തെ ഹദീസുകളിൽ പറഞ്ഞതാണ്. കുളിയുടെ അഹ്കാമുകൾ, അതിന്റെ വിധി എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആരെങ്കിലും ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം നേരത്തെ കുളിക്കുകയും ഒന്നാമത്തെ മണിക്കൂറിൽ അവൻ മസ്ജിദിലേക്ക് പുറപ്പെടുകയും ചെയ്തു, അവൻ ഒരു ഒട്ടകത്തെ അറുത്തു വിതരണം ചെയ്തതുപോലെയാണ്. ഒട്ടകത്തെ അറുത്ത് സദഖ ചെയ്തതിന്റെ പ്രതിഫലം അവൻ ലഭിക്കും. ആരെങ്കിലും രണ്ടാമത്തെ മണിക്കൂറിലാണ് മസ്ജിദിലേക്ക് പുറപ്പെടുന്നത് എങ്കിൽ അവനൊരു പശുവിനെ അറുത്തു ദാനം ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കും. വമൻ റാഹ ഫിസ്സാഅത്തി സാലിസ, മൂന്നാമത്തെ മണിക്കൂറിലാണ് ഒരാൾ മസ്ജിദിലേക്ക് പുറപ്പെടുന്നത്, ഫകഅന്നമാ ഖറബ കബ്ശൻ അഖ്റൻ, നല്ല മുഴുത്ത കൊമ്പുള്ള ആടിനെ അറുത്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കും. വമൻ റാഹ ഫിസ്സാഅത്തി റാബിഅ ഫകഅന്നമാ ഖറബ ദജാജ, നാലാമത്തെ മണിക്കൂറിലാണ് ആരെങ്കിലും പുറപ്പെടുന്നതെങ്കിൽ ഒരു കോഴി അറുത്ത് ദാനം ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കും. വമൻ റാഹ ഫിസ്സാഅത്തിൽ ഖാമിസ, അഞ്ചാമത്തെ മണിക്കൂറിലാണ് അവൻ മസ്ജിദിലേക്ക് എത്തുന്നതെങ്കിൽ ഫകഅന്നമാ ഖറബ ബൈള, ഒരു മുട്ട ദാനം ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കും എന്നാണ് പറഞ്ഞത്. ഫഇദാ ഖറജൽ ഇമാം, ഇമാം മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ ഹദറത്തിൽ മലായികത്തു യസ്തമിഊന അദ്ദിക്ർ, ഇമാമിന്റെ ഖുത്ബ ശ്രവിക്കുന്നതിന് വേണ്ടി മലായികത്തുകളെല്ലാം മസ്ജിദിലേക്ക് വന്നിരിക്കും എന്ന് ഹദീസിൽ കാണുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച നേരത്തെ ജുമുഅക്ക് പുറപ്പെടുന്നതിന്റെ പ്രാധാന്യം അറിയിച്ചു നൽകുകയാണ്. ഇവിടെ ജുമുഅക്ക് ഉള്ള ഈ സമയത്തെ അഞ്ചായി ഭാഗിച്ചിരിക്കുകയാണ്. ആദ്യത്തെ മണിക്കൂർ മൻ റാഹ ഫി സാഅത്തിൽ ഊല, സാഅത്തി സാനിയ, സാലിസ എന്നാണ് പറയുന്നത്. ഏതാണ് ഈ 5 മണിക്കൂർ? പല ആളുകളും, സാധാരണക്കാരായ പലരും അവർ ധരിച്ചിരിക്കുന്നത് മസ്ജിദിൽ ആദ്യം എത്തിയാൽ ഒട്ടകത്തിന്റെ കൂലി, അങ്ങനെയാണ് പണ്ടൊക്കെ പലരും മനസ്സിലാക്കിയത്. രണ്ടാമതെത്തിയാൽ ഒരു പശുവിന് അർത്ഥ കൂലി, മൂന്നാമതെത്തിയാൽ കോഴി അർത്ഥ കൂലി, ആടിന് അർത്ഥ കൂലി, ആ രൂപത്തിലാണ് ആരാദ്യം എത്തുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഹദീസുകളിൽ അങ്ങനെയല്ല വന്നിട്ടുള്ളത്, മറിച്ച് മണിക്കൂറുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രതിഫലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ മണിക്കൂർ എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ മണിക്കൂർ പണ്ഡിതന്മാർ പറയുന്നു തുലൂ ശംസ് മുതൽ, സൂര്യോദയം മുതൽ. നമുക്കറിയാം ഓരോ ദിവസവും ഇന്നിപ്പോ സൂര്യോദയം ഉള്ളത് 6:15-നാണ്. അപ്പൊ സൂര്യോദയം മുതൽ ആ സമയം കഴിഞ്ഞാൽ ഒരു കാമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കറിയാം നിസ്കാരം ആരംഭിക്കും. അതുവരെയുള്ള സമയം ആരംഭിക്കുകയില്ല. അപ്പൊ ആ സൂര്യോദയം മുതൽ എപ്പോഴാണോ ജുമുഅ ആരംഭിക്കുന്നത്, ഇപ്പോൾ 12:40 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 6:15 മുതൽ 12:40 വരെയുള്ള ഈ സമയം നിങ്ങൾ നോക്കുക, രണ്ടും അടുത്തടുത്ത് തന്നെയാണുള്ളത്. ഇതിനെ 5ആയി ഭാഗിക്കുക. ഇതിപ്പോ 5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഓരോ മണിക്കൂറായിരിക്കും. അപ്പൊ 6:15 മുതൽ 7:15 വരെയുള്ള ഒന്നാമത്തെ മണിക്കൂർ, 7:15 മുതൽ 8:15 വരെയുള്ള രണ്ടാമത്തെ, 9:15 വരെ മൂന്നാമത്തെ, 10:15 വരെ നാലാമത്തെ,
11:15 ഒരു 5 അല്ല 5 അതിൽ കൂടുതൽ മണിക്കൂറുണ്ട്. 6 മണിക്കൂർ 6.5 മണിക്കൂറുണ്ട്. അപ്പോ 6 മണിക്കൂറുണ്ടെങ്കിൽ 1 മണിക്കൂറും 12 മിനിറ്റും ഉണ്ടാകും, അതിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ. അപ്പോൾ ഒന്നാമത്തെ മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇവിടെ 6:15 മുതൽ 7:30 അല്ലെങ്കിൽ 7:45 ഉള്ളിൽ വരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് എത്തുന്ന ആൾക്കാണ് ഒട്ടകത്തിന്റെ പ്രതിഫലം ലഭിക്കുക. അല്ലാതെ മസ്ജിദിൽ 12 മണിക്ക് എത്തിയപ്പോൾ ആരുമില്ല, അൽഹംദുലില്ലാഹ് ഒട്ടകം കിട്ടി എന്നാരും വിചാരിക്കണ്ട. ആ സമയത്ത് എത്തണം, ഈ ഒന്നാമത്തെ സമയത്ത് എത്തണം. സഹാബികൾ അങ്ങനെയായിരുന്നു എന്നാണ്. അവർ വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞാൽ ഉടനെ മസ്ജിദിലേക്ക് അങ്ങനെ ധൃതിയിൽ വരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ സുന്നത്ത് പാലിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ശ്രേഷ്ഠത പാലിക്കുന്ന ആളുകൾ തുലവും കുറവാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ഒരു പ്രതിഫലത്തിന് വേണ്ടി പണിയെടുക്കുന്നുള്ളൂ എന്ന് കാണാൻ സാധിക്കും. ഇനി ഈ സമയത്ത് ഒന്നിലധികം ആളുകൾ വന്നാലോ എല്ലാവർക്കും തുല്യ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ പ്രതിഫലം ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല. ഒന്നാമത്തെ മണിക്കൂറിൽ 100 ആൾ വന്നാൽ 100 ആളുകൾക്കും ഒട്ടകമർത്തതിന് പ്രതിഫലം ലഭിക്കും. കാരണം അവിടെ പറഞ്ഞത് മൻ റഹ, ആരാണോ എന്നാണ്. അത് ആരുമാകാം, ആരും അതിൽപ്പെടാം, ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല, ആർക്കും അത് ഈ ഒരു പ്രതിഫലം ലഭിക്കാം. അതുകൊണ്ട് തന്നെ അവസാനം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഏതാണ്? 12:40 തുടങ്ങുന്ന ജുമുഅക്ക് നമ്മൾ ഇനി 11:40 എത്തിയാലും നമുക്ക് കിട്ടുക മുട്ടയുടെ പ്രതിഫലമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? ഇത് നമ്മുടെ ഉജുബും കൂടി കുറക്കാൻ നമ്മളൊക്കെ ചില മസ്ജിദിലൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല. 12 മണിക്കൊക്കെ എത്തിയാൽ നമുക്കൊക്കെ ഒരു തോന്നലായിരിക്കും, ഓ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മുത്തഖി. യഥാർത്ഥത്തിൽ നമുക്ക് അവസാനത്തെ പ്രതിഫലമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ കുറ്റക്കാരനാണ് എന്ന് ആരും പറയുന്നില്ല. 12 മണിക്കോ 12:30 അല്ല 12:40 എത്തിയ വ്യക്തി കുറ്റക്കാരനേ അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറ്റക്കാരനല്ല. പക്ഷെ ശ്രേഷ്ഠത അവനിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ ഈ കുറഞ്ഞ പ്രതിഫലത്തിലാണ് അവൻ പങ്കാളിയാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ധാരാളം മസ്ജിദുകളിൽ, വളരെയധികം ഒരുപാട് മസ്ജിദുകളിൽ ഈ അവസ്ഥ ഇങ്ങനെയാണ്. 12:45 ഖുത്ബ ആരംഭിക്കുന്ന പല മസ്ജിദുകളിലും 12:30 ആയാൽ അവിടെ എത്തുന്നത് അവിടെ ഏറ്റവും ആദ്യത്തെ സഫ് പൂർത്തിയാകാത്ത അവസ്ഥയാണ്. പിന്നീട് ആളുകൾ എത്തി തുടങ്ങുന്നത് ഖുത്ബൊക്കെ തുടങ്ങുമ്പോഴാണ്. നിസ്കാരമൊക്കെ ആകുമ്പോഴായിരിക്കും ആ മസ്ജിദിന്റെ ഹാള് നിറയുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത്. ഇത് വളരെയധികം ആളുകൾ ഈ വിഷയത്തിൽ അലംഭാവം കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഹദീസിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു സുന്നത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമുക്കിത് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു തവണയെങ്കിലും നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഇനി എല്ലാ ആഴ്ചയിലും നമുക്കങ്ങനെ സാധിച്ചോളണമെന്നില്ല. പല രൂപത്തിൽ ജോലിക്കാരായ ആളുകൾ ഉണ്ടാകും, അങ്ങനെയുള്ള അധ്വാനിക്കേണ്ട കച്ചവടത്തിന് പോകേണ്ട ആളുകൾ ഉണ്ടാകും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് ഈ ഒരു സുന്നത്ത് എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക. ഒരു ഒട്ടകത്തിനെ വാങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപയാകും? ആയിരങ്ങൾ കൊണ്ടൊന്നും കിട്ടുകയില്ല ഒട്ടകം എന്ന് പറയുന്നത്. ഇനി അത് വേണ്ട, രണ്ടാമത്തെ മണിക്കൂറാണെങ്കിൽ നമുക്കൊരു പോത്തിനെ അല്ലെങ്കിൽ പശുവിനെ അറക്കുന്നതാണ്, 10,000 കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ലക്ഷങ്ങൾക്ക് മുകളിലാകുന്നതുമുണ്ട്. പിന്നെ ഒരു ആടിനെ, നല്ല ആടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ പറഞ്ഞത് അഖ്റൻ, കൊമ്പുള്ളതാണ്. കൊമ്പുള്ള ആടിനെയാണ് പറഞ്ഞത്. അതിന് കൂടുതൽ ഫദ്ലുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ച് തെളിവ് പിടിച്ചിട്ടുണ്ട്. ഉദ്ഹിയ്യത്തിനും അല്ലെങ്കിൽ അഖീഖക്ക് അറക്കുമ്പോൾ ആണാടിനെ, അതിനെ തന്നെ നല്ല കൊമ്പുള്ള മുഴുത്ത ആടിനെ എടുക്കുക എന്നുള്ളത് അത് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, കാരണം അതുകൊണ്ടാണ് ഇവിടെ പുകഴ്ത്തി പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യത്തിന് നമ്മൾ നന്നായി മുൻഗണന നൽകുക. ഈ ഹദീസിൽ വന്ന ചില ഫായിദകൾ: ഒന്ന്, ഫളീലത്തുൽ ഇഗ്തിസാൽ യൗമ ജുമുഅ, ജുമുഅ ദിവസം കുളിക്കുന്നതിന്റെ ശ്രേഷ്ഠത. കാരണം ഈ ഹദീസ് ഈ ശ്രേഷ്ഠത ലഭിക്കുന്നത് ആർക്കാണ്? ആദ്യം പറഞ്ഞത് മൻ ഇഗ്തസല യൗമൽ ജുമുഅ, ജുമുഅ ദിവസം കുളിച്ചു വരണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാൾ ഒന്നാമത്തെ മണിക്കൂറിലെത്തി, പക്ഷെ വെറുതെ ഒളു എടുത്തിട്ടേ വന്നിട്ടുള്ളൂ. നമ്മൾ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹുക്മ നേരത്തെ പറഞ്ഞു, പക്ഷെ അവന്റെ ഈ പ്രതിഫലം നഷ്ടപ്പെടും. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ മണിക്കൂറിലെത്തിയിട്ടുണ്ടാവും, പക്ഷെ കുളിച്ചിട്ടുണ്ടാവില്ല. വേഗം എത്താൻ വേണ്ടി പോയി ഒളു എടുത്തിട്ട് നേരെ വന്നാലോ പ്രതിഫലം കിട്ടുന്നില്ല. അപ്പൊ കുളിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ അഹ്കാമുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദിൽ, ആരാണോ കൂടുതൽ പണിയെടുക്കുന്നത് അവർക്കാണ് കൂടുതൽ പ്രതിഫലം നൽകുന്നത്. നേരത്തെ എത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് ക്ഷീണമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കണം, അങ്ങനെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ പ്രയാസം ആരാണോ കൂടുതൽ അമൽ പണിയെടുക്കുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇങ്ങനെ നേരത്തെ എത്തിയാലും നമ്മൾ ഇമാമിന് ഈ മസ്ജിദിന്റെ ഏറ്റവും അഫ്ളലായ സ്ഥലം എന്ന് പറയുന്നത് ഇമാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കണം.
അപ്പൊ അതിനുവേണ്ടി വല്ല കസാരയോ മറ്റോ ഇമാം നിസ്കാരം തുടങ്ങുന്നത് വരെ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ തെറ്റില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അയാൾ വരുമ്പോൾ ആരുമില്ല, അയാൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചാരിയിരുന്നു, പക്ഷെ അവസാനം അയാൾ ഖുത്ബ തുടങ്ങുന്ന സമയത്ത് ഇമാമിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തണം. അല്ലാതെ നേരത്തെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി ചാരി ഇരിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഖുത്ബയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്ന് പറയുന്നത് ഖത്തീബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്, ഇമാമിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ഫായിദയായിട്ട് ഒരുപാട് ഫായിദ നമ്മൾ ഇതിനിടയിൽ പറഞ്ഞു. അവസാനത്തെ ഒരു ഫായിദയായി പറയുന്നത് അന്നൽ ഇമാമ ലാ യുസന്നു ലഹു അൻ യതഖദ്ദം. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ വരിക എന്നുള്ളത് സുന്നത്തായ കാര്യമല്ല. കാരണം ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞത് എന്താണ്? ഫഇദാ ഖറജൽ ഇമാം, ഇമാം പുറപ്പെട്ടാൽ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ആളുകൾ ഈ ശ്രേഷ്ഠത മുഴുവൻ പറഞ്ഞത് ഖുത്ബ കേൾക്കാൻ വരുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അവസാനം വരേണ്ട ആളാരാണ്? ഇമാമായിരിക്കണം. ഫഇദാ ഖറജൽ ഇമാം, ഇമാം പുറപ്പെട്ട് കഴിഞ്ഞാൽ ഹദറത്തിൽ മലായികത്തു യസ്തമിഉന ദിക്ർ. ചില ഹദീസിൽ കാണാം മലായികത്തുകൾ അതുവരെ എവിടെയായിരുന്നു? ഫി അബ്വാബിൽ മസാജിദ്, മസ്ജിദുകളുടെ വാതിലായിരുന്നു. ഓരോരുത്തർ വരുന്ന സമയത്ത് അവർ എഴുതിയെടുക്കുന്നുണ്ട്, ഇന്നയാൾ ഇന്ന സമയത്ത് എത്തിയിട്ടുണ്ട് എന്ന് എഴുതിയെടുക്കുന്നുണ്ട്. ഇമാം മിമ്പറിലേക്ക് കയറിയാൽ അവർ ആ എഴുതിയെടുക്കുന്ന അവരുടെ എഴുത്ത് അത് പൂട്ടിവെക്കും. പിന്നീട് അവർ വന്ന് ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കും. ഇമാമിന്റെ ഖുത്ബ മലായികത്തുകൾ ശ്രദ്ധിച്ചു കേൾക്കും. ഇവിടെ പറഞ്ഞത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ വക്തിൽ വരിക എന്നുള്ളത് സുന്നത്തായ കാര്യം അല്ല. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ നേരത്തെ വന്ന് ഒന്നാമത്തെ സഫിലിരുന്ന് അങ്ങനെ അവർ ധാരാളം നിസ്കാരവും ദിക്റും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ഖത്തീബ് ഉണ്ട് എങ്കിൽ അത് ആ ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത് അത് ബിദ്അത്താണെന്ന് പറയുന്നില്ല, പക്ഷേ അത് ഖിലാഫു സുന്ന, സുന്നത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നീ ശ്രേഷ്ഠത മുഴുവൻ പറഞ്ഞു തന്നിട്ട് അങ്ങനെ നേരത്തെ വന്ന് അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടില്ല. അതെന്താണ് മനസ്സിലാക്കി തരുന്നത്? ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനമാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹലിൽ ഇമാമു അജ്റുഹു മിസ്ലു അജ്രി മൻ യഅതി ഫി സഅത്തിൽ ഊല. ഒന്നാമത്തെ മണിക്കൂറിൽ വരുന്ന ആളുടെ പ്രതിഫലം ഇമാമിന് കിട്ടുമോ? നല്ലൊരു ചോദ്യമാണ്. ഇമാമിനെ കാണുന്നില്ല, അപ്പോ ഇമാമിന് ആ പ്രതിഫലം കിട്ടുമോ എന്നാണ്. അദ്ദേഹം ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ദക്കർന അന്ന സുന്നത അൻ യതഅഖർ. നമ്മൾ പറഞ്ഞു ഇമാമിന് സുന്നത്തായിട്ടുള്ളത് വൈകുക എന്നുള്ളതാണ്. വഹുവ യനാലുൽ അജ്റ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതിയാൽ അവൻ അതുകൊണ്ട് തന്നെ പ്രതിഫലം കിട്ടും. ബൽ ഖദ് യകൂനു അക്സർ. അവന് ഒന്നാമത്തെ വക്തിലെത്തുന്ന ആളെക്കാൾ കൂടുതൽ ഇമാമിന് ഖത്തീബിന് ലഭിക്കും. കാരണം വമാ ഹുബിസ ഇല്ലാ മിൻ അജ്ലി ഇത്തിബാഇ സുന്ന. അവന് മസ്ജിദിലേക്ക് പുറപ്പെടാൻ അവനെ തടഞ്ഞത് സുന്നത്ത് പിൻപറ്റുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല. അവൻ മടിയനായിക്കൊണ്ട് വരാത്തതല്ല, മറിച്ച് സുന്നത്ത് പിൻപറ്റുക എന്നുള്ളത് വേണ്ടിയിട്ടാണ് ഖത്തീബ് അവസാനത്തിലേക്ക് വരവ് മാറ്റിവെച്ചത്. അതാണ് സുന്നത്ത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഈ ഖത്തീബിന്, അവസാനം വരുന്ന ഖത്തീബിന് ലഭിക്കും. അതാണ് ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത കാരണം ഇതെന്താണ് പറഞ്ഞിട്ട് ചില ആളുകൾ വിചാരിക്കും ചിലപ്പോൾ ഖത്തീബായ വ്യക്തി ഏതെങ്കിലും ഒരു ഖുത്ബയിൽ ഈ ഇതിന്റെ ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ആഴ്ച ഖത്തീബ് വീണ്ടും വൈകി വരുന്ന കാണുമ്പോൾ വിചാരിക്കോ ഖത്തീബ് കഴിഞ്ഞ ആഴ്ച ഇതിന്റെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും വൈകിട്ട് തന്നെയാണ് മൂപ്പര് വരുന്നത് എന്ന് ആരും വിചാരിക്കണ്ട. ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം വരിക എന്നുള്ളതാണ് സുന്നത്ത്. വേറെ ആർക്കും ആ പദവിയില്ല. ബാക്കിയുള്ള എല്ലാ ആളുകളും അത് ഈ പദവി വരുന്നില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ അതിന് താഴെ. ബാക്കിയുള്ള ആളുകൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പദവി ആദ്യം വന്ന ആദ്യത്തെ മണിക്കൂറിൽ വന്ന ആദ്യത്തത്, രണ്ടാമത്തെ മണിക്കൂറിൽ വന്ന രണ്ടാമത്തെ. ഖത്തീബിന് മാത്രം അതിൽ ഏറ്റവും അവസാനം വരിക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ് അൻ സലമത്ത് ബിനുൽ അക്വ വകാന മിൻ അസ്ഹാബി ഷജറത്തി റളിയല്ലാഹു അൻഹു ഖാൽ. സലമത്ത് ബിനുൽ അക്വ എന്ന് പറയുന്ന സഹാബിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ചെറിയ വിശദീകരണം പറഞ്ഞു. വകാന മിൻ അസ്ഹാബി ഷജറ. എവിടെയെങ്കിലൊക്കെ ഹദീസിൽ കാന മിൻ അസ്ഹാബി ഷജറ എന്നൊക്കെ പറഞ്ഞാൽ മരത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ബൈഅത്തു റിദ്വാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. മരത്തിന്റെ കീഴിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തവരായ ആളുകൾ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈഅത്തു റിദ്വാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് കൊടുത്ത സഹാബത്തിനെയാണ് കാന മിൻ അസ്ഹാബി ഷജറ എന്ന് പറയുന്നത്. അതുപോലെ സലമത്ത് ബിനുൽ അക്വ എന്ന് പറയുന്ന സഹാബി വളരെയധികം ഒരുപാട് ഹദീസുകൾ, ഇമാം ബുഖാരി ഒരുപാട് സുലാസിയാത്ത് എന്ന് പറഞ്ഞാൽ 3 റാവി മാത്രം, 3 ആളുകൾ മാത്രമുള്ള പരമ്പരയിലുള്ള ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹദീസ് സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കുന്നാ നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽജുമുഅ സുമ്മ നൻസരിഫ് വലൈസ ലിൽ ഹൈതാനി ളില്ലുൻ നസ്തദില്ലു ബിഹി വഫി ലഫ്ദിൻ കുന്നാ നുജമ്മിഉ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാലത്തി ശംസു സുമ്മ നർജിഉ ഫനതതബ്ബഉൽ ഫൈ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് ജുമ നിസ്കരിച്ചത് എന്നറിയിക്കുന്ന ഹദീസാണിത്. അദ്ദേഹം പറയുന്നു, കുന്ന നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജുമഅ ദിവസം ഒരുമിച്ച് നിസ്കരിക്കുമായിരുന്നു. സുമ്മ നൻസരിഫ്, പിന്നീട് നമ്മൾ അവിടുന്ന് പിരിഞ്ഞു പോകും. എന്നിട്ട് ആ സമയമാണ് അദ്ദേഹം പറഞ്ഞത്, വലൈസ ലിൽ ഹൈതാനി ളില്ലുൻ നസ്തദില്ലു ബിഹി, ഹൈതാനുകൾക്ക് ഐ ജുദറാൻ, ചുമരുകൾക്ക് ഞങ്ങൾക്ക് തണലേകാൻ സാധിക്കാത്തൊരു സമയമായിരുന്നു. അല്ലെ, നമ്മുടെ നാട്ടിലത്തെ ചെറിയ ചുമര് പോലെയല്ല, അറബികളുടെ ചുമരുകൾ വലിയ നീളമുള്ള ചുമരുകളാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ചുമരുകൾ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് 2-3 മണി അല്ലെങ്കിൽ 4 മണിയൊക്കെ ആകുമ്പോൾ ആ ചുമരിന്റെ താഴെ ഒരാൾക്ക് നിന്നാൽ തണൽ കിട്ടും. പക്ഷെ ആ ഉച്ചയോടടുക്കുന്ന സമയത്ത് അതിന് തണൽ കിട്ടൂല. നമുക്കറിയാം, ചെറിയൊരു തണലേ ഉണ്ടാവുള്ളൂ, ഒരു വര ഉണ്ടാവുള്ളൂ. അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഏതൊരു വസ്തുവിന്റെയും തണല് അത് വൈകുന്നേരം ആകുന്നതോടുകൂടി ആ തണൽ ഇങ്ങനെ നീളം കൂടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആദ്യത്തെ സമയത്തായിരുന്നു ജുമാ നിസ്കരിച്ചത് എന്നുള്ളത് സഹാബിയുടെ ഈ വാക്കിൽ നിന്നും വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ജുമാ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ളുഹറിന്റെ ഈ സമയം തന്നെയാണ്. എന്നാൽ ഇമാം അഹ്മദിന്റെ മദ്ഹബിൽ ഒരൊറ്റപ്പെട്ട അഭിപ്രായമാണ്. ഇമാം അഹ്മദിന്റെ അഭിപ്രായം അത് ഈദിന്റെ സമയം മുതൽ ഇങ്ങോട്ട് ആരംഭിക്കും എന്നാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പോലുള്ള ധാരാളം പണ്ഡിതന്മാർ പറയുന്നു അതൊരിക്കലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ല, ധാരാളം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ല. പക്ഷേ ആരെങ്കിലും ചില ഹദീസുകളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ളുഹറിന്റെ 1 മണിക്കൂർ മുമ്പുള്ള സമയത്ത് ആരംഭിച്ചാൽ അത് ലാ ഹറജ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. പല റിവായത്തിലും ഈ ഹദീസ് തന്നെ ചിലർ തെളിവ് പിടിച്ചത് തണൽ തുടങ്ങുന്നതിന് മുമ്പുള്ള സമയമെന്ന് ഈ ഹദീസ് അറിയിക്കുന്നു എന്നാണ്. അതായത് 12 മണിക്കോ 11:30 തുടങ്ങുന്നത് അത് ലാ ഹറജ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം അടക്കം പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം പുറകിൽ നിസ്കരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ ആ അഭിപ്രായം ശരിയായി കാണുന്നതായിരിക്കുകയില്ല. കാരണം ജുമുഅ എന്ന് പറയുന്ന 1-2 മദ്ഹബിന്റെ ആളുകൾ മാത്രം ഉണ്ടാകുന്നതല്ല. മറിച്ച് ഈ അഭിപ്രായം, ഈ പണ്ഡിതാഭിപ്രായം തെറ്റായി കാണുന്നത് ഒരുപാട് ആളുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. മാത്രവുമല്ല, ജുമുഅക്ക് വേണ്ടി ഈ സമയത്ത് ബാങ്ക് വിളിച്ചാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ളുഹർ നിസ്കരിക്കാൻ ഈ ബാങ്ക് മതിയാവുകയില്ല. ഇത് ജുമുഅക്ക് മാത്രമുള്ള അഭിപ്രായമാണ്. ളുഹറിന്റെ സമയമായാലും ളുഹർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു മുമ്പേ അവരെങ്ങാനും ളുഹർ നിസ്കരിച്ച് സലാം വീട്ടിയാൽ അത് മാറ്റി നിസ്കരിക്കേണ്ട അവസ്ഥയും വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഒരു മദ്ഹബ് പ്രചാരത്തിലില്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ ജുമുഅ ഇത്തരം നേരത്തെ ആരംഭിക്കുക എന്നുള്ളത് പാടില്ല. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജുമുഅ ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നത് ഇദാ സാലത്തി ശംസ്, സൂര്യൻ തെറ്റിയപ്പോൾ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് രണ്ടാമത്തെ ലഫ്ലിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും പടിഞ്ഞാറ് തെറ്റിയാൽ ജുമുഅ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജുമുഅ ആരംഭിക്കാറുണ്ടായിരുന്നത് എന്ന് വന്നു. അതിന്റെ അവസാനത്തിൽ ഇങ്ങനെയുണ്ട്, പിന്നീട് ഞങ്ങൾ മടങ്ങിയിട്ട് ഫൈ അന്വേഷിച്ചുകൊണ്ട്, ദിൽ അന്വേഷിച്ചുകൊണ്ട്, തണൽ അന്വേഷിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും തണൽ കിട്ടുമായിരുന്നില്ല എന്നാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന് ഇന്നത്തേത് പോലെയുള്ള ഇങ്ങനെയുള്ള സുന്ദരമായ മേൽക്കൂരകളോ എയർ കണ്ടീഷനുകളോ ഒന്നുമില്ല. അതുകൊണ്ട് വളരെയധികം പ്രയാസം അവർക്ക് അനുഭവിക്കാറുണ്ട് എന്നാണ്. ഇതിൽ വേറൊരു ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞത്, നമുക്കറിയാം ളുഹർ ഭയങ്കരമായ ചൂടുള്ള സമയത്ത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചൂട് കഠിനമായാൽ ളുഹർ അബ്രിദു, നിങ്ങൾ എന്ത് ചെയ്യുക, അത് തണുപ്പിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ വിശദീകരിച്ചതാണ്. അഥവാ ചൂട് കുറഞ്ഞ് അസറിനോട് അടുക്കുന്ന സമയത്ത് ളുഹർ ജമാഅത്തിന്റെ സമയം മാറ്റിവെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ. അപ്പോൾ വളരെയധികം ചൂടാണ്. ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ അവിടെ ഒരു മസ്ജിദിന്റെ ഔഖാഫോ മറ്റോ തീരുമാനിക്കുകയാണ്, ളുഹറിന്റെ സമയം ഈ ഒരു മാസത്ത് 50-55 ഒക്കെ ഡിഗ്രി ചൂടാണ്. അപ്പോൾ ളുഹറിന്റെ സമയം നമുക്ക് അസർ ഏതായാലും 3:30-ക്കാണ്. അപ്പോൾ 2:45-നോ 3 മണിക്കോ ഒക്കെ ളുഹർ വെക്കാം എന്ന് തീരുമാനിച്ചാൽ അത് സുന്നത്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതല്ലാതെ അത് നിസ്കാരം വൈകിപ്പിക്കുന്നതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഇളവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത് ജുമുഅക്ക് ബാധകമല്ല എന്നാണ്. കാരണം ഇങ്ങനെ പ്രയാസമുണ്ടായ സമയത്ത് ജുമുഅ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് തണലില്ലാത്ത ആ കഠിനമായ ചൂടിൽ തന്നെയാണ് ജുമുഅ നിസ്കാരങ്ങളെല്ലാം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് ജുമുഅക്ക് ലാ യുസന്നു ഫിൽ ജുമുഅത്തി അൽ ഇബ്റാദ്, ജുമുഅക്ക് അങ്ങനെ വൈകിപ്പിക്കുക എന്നുള്ളത് പാടില്ല. മറിച്ച് അതിന്റെ അവ്വൽ വക്തിലാണ് നിസ്കരിക്കേണ്ടത്. പിന്നീട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വളരെ മനോഹരമായ മറ്റൊരു ഫായിദ ഈ ലഫ്ലിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. സഹാബികൾ പറയുന്നുണ്ട്, സുമ്മ നർജിഉ ഫനതതബ്ബഉൽ ഫൈ, ഞങ്ങൾ
തണൽ അന്വേഷിച്ച് വേഗം പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ സൂര്യനിലെ പ്രകാശത്ത് കടും ചൂടിൽ ഞങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. തണൽ ഏത് ഭാഗത്താണുള്ളത് ആ ഭാഗത്തേക്ക് ചാരി നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്താണ് ഫായിദ? ഇവിടെ ചില ആളുകൾ ധരിക്കാറുണ്ട്, എനിക്ക് കൂടുതൽ പ്രയാസം ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയാൽ എനിക്ക് അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്ന് വിചാരിക്കാറുണ്ട്. അത് തെറ്റാണ്. മറിച്ച് എവിടെയാണ് കൂടുതൽ പ്രയാസം ഉണ്ടായവന് കൂടുതൽ പ്രതിഫലം എന്ന് പറയുന്നത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ അമല് ചെയ്യാൻ പ്രയാസം അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ആ പ്രതിഫലം ലഭിക്കുന്നത്. അതല്ലാതെ സ്വന്തം പ്രയാസം നമ്മളിലേക്ക് വലിച്ചിടുമ്പോഴല്ല പ്രതിഫലം ലഭിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് 1-2 ഉദാഹരണങ്ങൾ അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, ഒരാൾക്ക് വളരെ തണുത്ത അന്തരീക്ഷമുള്ള ഒരു കാലഘട്ടമാണ്, അങ്ങേയറ്റം ശൈത്യ കാലഘട്ടത്തിലാണ് ഒരാളുള്ളത്. അപ്പൊ ഫജറിന് എഴുന്നേറ്റപ്പോൾ ഒരാൾക്ക് ജനാബത്ത് കുളിക്കേണ്ടതുണ്ട്. ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ്, ഐസ് പോലത്തെ വെള്ളമാണ് വരുന്നത്. അപ്പൊ ഒരാൾക്ക് അവിടെ വീട്ടിൽ ഹീറ്റർ ഉണ്ട്, ചൂടാക്കി വെള്ളം നല്ല ചൂടാക്കി കുളിക്കാം. വീട്ടിലൊരാൾ അങ്ങനെ ചൂടാക്കി കുളിക്കുന്നു, മറ്റേ ആളില്ല, എനിക്ക് കൂടുതൽ പ്രയാസം സഹിച്ചിട്ട് കൂടുതൽ പ്രതിഫലം കിട്ടണം എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടി തണുത്ത വെള്ളത്തിൽ എങ്ങനെയൊക്കെ കുളിച്ച് തയ്യാറായി വരുന്നു. ഇവിടെ ആർക്കാണ് കൂടുതൽ പ്രതിഫലം? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് ഒന്നാമത്തെ വ്യക്തിക്കാണ്. കാരണം അയാൾ എളുപ്പമുള്ള 2 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് സ്വീകരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചൂടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അയാൾക്ക് ചൂടാക്കാം. അപ്പോൾ അത് ചൂടാക്കി ആ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് ഇയാൾക്ക് നല്ലത്. എന്നാൽ വേറൊരു ഫക്കീറായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അങ്ങനെയുള്ള യാതൊരു വഴിയുമില്ല. ചൂടാക്കാനുള്ള സംവിധാനങ്ങളൊന്നും അയാളുടെ കയ്യിൽ അപ്പോൾ ഇല്ല, വിറകില്ല, അടുപ്പില്ല, ഒന്നുമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസം സഹിച്ച് ജനാബത്ത് കുളിച്ച് നേരെ മസ്ജിദിലേക്ക് എത്തുക എന്നുള്ളതാണ് അയാളുടെ മുന്നിൽ ആകെ ഒരു വഴി. ആ സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല പ്രതിഫലം ലഭിക്കുന്നതാണ്. കാരണം അയാൾ ആ ചെയ്യാൻ അയാൾക്ക് വേറെ വഴിയില്ല. അപ്പോൾ അയാൾ ആ പ്രയാസം സഹിച്ചുകൊണ്ട് ആ അമലിന് വേണ്ടി തയ്യാറാവുകയാണ്. അതുപോലെ അദ്ദേഹം വേറൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് തവാഫ് ചെയ്യണം, മസ്ജിദുൽ ഹറമിൽ ഭയങ്കരമായ തിരക്കുള്ള സമയത്തുണ്ട്. ആ സമയത്ത് തവാഫ് ചെയ്യണമെങ്കിൽ വളരെ പുറകിൽ പോയി കഷ്ടപ്പെട്ട് നീങ്ങി പതുക്കെ ചിലപ്പോൾ തവാഫ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് തവാഫ് ചെയ്യാം. അല്ലെങ്കിൽ അല്പം 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ആകെ മത്താഫ് ഫ്രീ ആകും, അപ്പോഴൊക്കെ തവാഫ് ചെയ്യാം. അപ്പോൾ ഒരാൾ വിചാരിക്കണം, ഞാൻ നല്ല പ്രയാസം സഹിച്ചിട്ട് ഭയങ്കര തിരക്കുണ്ടാകുന്ന സമയത്ത് പോയി തവാഫ് ചെയ്യാം എന്ന് ചിന്തിച്ചാൽ അയാൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നില്ല. മറിച്ച് എളുപ്പം സ്വീകരിച്ചവനാണ് പ്രതിഫലം ലഭിക്കുക. എന്നാൽ ഒരാൾക്ക് അങ്ങനെയല്ല, അയാൾ ഇഹ്റാം കെട്ടി നേരെ എത്തിയ പിന്നെ തീരുമാനിച്ചതിന് ഞാൻ നാളെ ചെയ്യാമെന്നും തീരുമാനിക്കാൻ സാധിക്കില്ലല്ലോ. ഒരാൾ ഇഹ്റാം കെട്ടിയെത്തി, ഒരു ഹജ്ജിന് വേണ്ടി എത്തി, ജംറയിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, തവാഫിനെത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. ആ സമയത്ത് അയാൾക്ക് കൂടുതൽ പ്രയാസം ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് അയാൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും. അതല്ലാതെ പ്രയാസം സ്വന്തമായി നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്ന് വിചാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി നമുക്കുള്ള ചെരുപ്പൊക്കെ ഒഴിവാക്കി, നല്ല വെയിലല്ല എന്റെ കാലൊക്കെ ചുട്ടുകൊള്ളട്ടെ എന്നിട്ട് ഞാൻ മസ്ജിദിലേക്ക് എത്തുമ്പോൾ എനിക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമല്ലോ. അല്ല, നമ്മൾ നമ്മുടെ ശരീരത്തിന് ഉപദ്രവവും പ്രയാസവും സ്വന്തം നിലക്കുണ്ടാക്കിയിട്ട് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. മറിച്ചത് തെറ്റായ കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അവിടുന്ന് ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവിടുന്ന് പടച്ചട്ട 2 എണ്ണം ധരിച്ചിരുന്നു. അതല്ലാതെ എനിക്ക് കൂടുതൽ മുറിവ് കിട്ടട്ടെ, അതുകൊണ്ട് ഞാൻ പടച്ചട്ടം ധരിക്കാതെ പോകാം എന്നവർ തീരുമാനിച്ചിരുന്നില്ല. മറിച്ച് അവിടുന്ന് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സുരക്ഷകൾ ഉറപ്പുവരുത്തുക, പ്രയാസം ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ബുദ്ധിമുട്ടുണ്ടാകുന്ന വഴി ഒന്ന്, ബുദ്ധിമുട്ടില്ലാത്തൊരു വഴി വേറെ. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത വഴിയിലൂടെ നമ്മൾ പോകുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. എളുപ്പമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനാണ് പ്രതിഫലം ലഭിക്കുക. കാരണം അല്ലാഹു തആല ദീനിന്റെ ഒരു അടിസ്ഥാനമായി ഖുർആനിൽ പഠിപ്പിക്കുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞെരുക്കത്തിനാണ് കൂടുതൽ പ്രതിഫലം എന്ന് വിചാരിച്ച് സ്വയം നിലക്ക് ഞെരുക്കത്തെ ആരും സ്വീകരിക്കാൻ നിൽക്കേണ്ടതില്ല. മറിച്ച് ഞെരുക്കം സ്വാഭാവികമായി ഉണ്ടാവുകയാണെങ്കിൽ ആ ഞെരുക്കത്തോടു കൂടിയും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കാം എന്ന് മാത്രം ഇൻഷാ അല്ലാഹ്. അവസാനത്തെ ഹദീസ്, ഈ അധ്യായത്തിലുള്ള അവസാനത്തെ ഹദീസാണ്. عن أبي هريرة رضي الله عنه قال كان النبي صلى الله عليه وسلم يقرأ في صلاة الفجر يوم الجمعة ألف لام ميم تنزيل السجدة وهل أتى على الإنسان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം ഫജ്ർ നിസ്കാരത്തിന് ഓതിയിരുന്ന സൂറത്തുകളെ കുറിച്ച് അറിയിക്കുന്ന ഹദീസാണിത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സജ്ദ, അലിഫ് ലാം മീം സജ്ദ,
അതാണ് ഓതാറുണ്ടായിരുന്നത് എന്നാണ്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഹല്ലത അലൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ ഇതായിരുന്നു ഓതിയത് എന്നാണ്. ചില റിവായത്തിൽ യുദീമു ദാലിക്, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്തിൽ യുദീമു ദാലിക്, അത് പതിവാക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്ഥിരമായി അത് തന്നെ ഓതുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. എപ്പോൾ മാത്രമാണ് ഇടക്കൊക്കെ അത് ഒഴിവാക്കേണ്ടത്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാൻ, ചില സ്ഥലങ്ങളിൽ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇതൊരു വാജിബായ കാര്യമാണ്, ഇത് ഓതാതെ സുബഹി വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പാടില്ല എന്ന് വല്ല തോന്നുന്ന അവസ്ഥയും ഉണ്ടെങ്കിൽ ഇടക്കൊന്ന് ആ സൂറത്തുകൾ മാറ്റാമെന്ന് മാത്രം. അതല്ല എങ്കിൽ ഈ സൂറത്തുകൾ പതിവാക്കി ഓതുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന്. എന്താണ് ആ സൂറത്ത് അങ്ങനെ ഓതുന്നതിന്റെ ഹിക്മത്ത്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് ഈ സൂറത്ത് ഓതുന്നതിന്റെ ഹിക്മത്ത് രാവിലെ ഒരു ഫജ്റിന്റെ ദിവസം രാവിലെ ഒരു അധികം സുജൂദ് കിട്ടുക എന്നൊരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇദസ്സമാഉൻ ഷഖ്ഖത്ത് പോലെയുള്ള സൂറത്തുൽ ഇൻഷിഖാഖോ മറ്റോ ഓതിയാൽ അത് മതിയാകുന്നതാണ്. കാരണം അതിലും ഒരു സുജൂദ് കിട്ടും. അങ്ങനെ സുജൂദ് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ ഓതിയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ സുജൂദ് കിട്ടാൻ വേണ്ടി ഓതുന്ന ചിലരുണ്ട്. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം അദ്ദേഹം അവിടെ കൊടുക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിലൊക്കെ പറഞ്ഞ കാര്യമാണ് ഇതിന്റെ ഹിക്മത്ത്. ഇന്ന ഫീഹാ ഇബ്തിദാ അൽ ഖൽഖി വൻതിഹാ, ഈ സൂറത്തുകൾ മനുഷ്യന്റെ ആരംഭവും അതിന്റെ അവസാനവും, അവൻ എവിടെ നിന്നുണ്ടായി, അള്ളാഹു എങ്ങനെയാണ് അവനെ പടച്ചത്, എന്താണ് അവന്റെ മസ്സീർ, എവിടെയാണ് അവൻ എത്തിച്ചേരുക, ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നല്ല നിലക്ക് ജീവിച്ചാൽ എന്തായിരിക്കും അവന്റെ പ്രതിഫലം, മോശം നിലക്ക് ജീവിച്ചാൽ എന്തായിരിക്കും അവന്റെ ശിക്ഷ. ഇതേപോലെയുള്ള മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളും വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ രണ്ട് സൂറത്തിലും പ്രതിപാദിച്ചിരിക്കുന്നു. ലാ യുസ്തഹബ്ബു അൻ യുഖ്റഅ ബിസൂറത്തിൻ ഫീഹാ സജ്ദത്തുൻ ഉഖ്റ ബിഇത്തിഫാഇൽ അഇമ്മത്തുകളുടെ ഏകോപനമായ അഭിപ്രായത്തിൽപ്പെട്ടതാണ് സുജൂദുള്ള ഏതെങ്കിലുമൊക്കെ സൂറത്ത് ഓതുക എന്നുള്ളത് അത് മുസ്തഹബായ കാര്യമല്ല. സുജൂദ് കിട്ടുക എന്നതിന് വേണ്ടിയിട്ടല്ല ഇവിടെ സുന്നത്താക്കിയിട്ടുള്ളത് ഈ രണ്ട് സൂറത്ത്. ബല്ലി സൂറത്തൈൻ, മറിച്ച് ഈ രണ്ട് സൂറത്ത് ഓതുക എന്നതാണ് കാര്യം. സജ്ദ ആ സൂറത്തിൽ അങ്ങനെ വന്നതാണ്, അത് വന്നതാണ്, അല്ലാതെ സൂറത്ത് അല്ല അതിന്റെ മഖ്സൂദ്. കാരണം ഈ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു നമ്മെ പടച്ചത്. ഈ വെള്ളിയാഴ്ച ദിവസമാണ് ലോകാവസാനവും അതുപോലെ പുനരുത്ഥാനവും ഒക്കെ ബഅസും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ ഓർമ്മിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അതല്ലാതെ കേവലം ഒരു സുജൂദ് കിട്ടാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പല അഇമ്മത്തുകളും പല മസ്ജിദുകളിലുള്ള ഇമാമുമാരും അവർ ഈ ഒരു സുജൂദ് കിട്ടുന്നത് പോലെ തന്നെ ആ സുജൂദിന്റെ ആയത്ത് വരുന്നതിന്റെ 2 or 3 ആയത്ത് മുമ്പ് ആരംഭിക്കും. നമുക്കറിയാം സജ്ദയുടെ 2ാമത്തെ പേജിലെ പകുതിക്ക് ശേഷമാണ് സുജൂദ് വരുന്നത്. അപ്പൊ ഒന്നുകിൽ അവർ 2ാമത്തെ പേജിന്റെ ആരംഭം മുതൽ, കുറച്ചുകൂടി മടിയുള്ള ആളുകൾ അതും കൂടി കഴിഞ്ഞ് സുജൂദിന്റെ 2 ആയത്ത് തൊട്ട് മുമ്പ് തുടങ്ങുക, സുജൂദ് കഴിയുക, 2 ആയത്തും കൂടി ആ പേജ് പൂർത്തിയാക്കുക, 1ാമത്തെ റക്അത്ത് കഴിയും. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാന അതിന്റെയും ഏതെങ്കിലുമൊക്കെ ചെറിയൊരു ഭാഗം, അതിൽ സുജൂദില്ല നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഓതി അങ്ങനെ പൂർത്തിയാക്കുന്ന കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ സജ്ദയെ 2 റക്അത്തിൽ ഭാഗിച്ച് ഓതുന്നത് കാണാൻ സാധിക്കും. ഇത് തെറ്റാണ്. ഫഹുവ ഇലൽ ഇസ്മി അഖ്റബു മിൻഹു ഇലസ് സലാമ, അവനൊരു സുരക്ഷിതമായ നിലപാടിനേക്കാളും തെറ്റാണ് അവന് കൂടുതൽ, പാപിയാകാനാണ് കൂടുതൽ സാധ്യത. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സുന്നത്താണ് ചെയ്തത്? പക്ഷേ ഒന്ന് സുന്നത്തിനോട് എതിരാകുക എന്നുള്ള കാര്യമുണ്ട്. അല്ലെങ്കിൽ അവൻ പറയാതെ പറയുന്ന എന്താണ്, ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റിഫ്ക് കാണിച്ചിട്ടില്ല. അപ്പൊ ഇവനും ഇങ്ങനെ തോന്നാൻ, ഇങ്ങനെ ഫുൾ ഓദിക്കാൻ ആൾക്കും വലിയ പ്രയാസമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ റിഫ്ക് ഇഷ്ടപ്പെട്ട ആളാണ്, ഉമ്മത്തിനോട് അങ്ങേയറ്റം കാരുണ്യം കാണിച്ച ആളാണ്, പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും എളുപ്പമുള്ളത് തിരഞ്ഞെടുത്ത ആളാണ്. അങ്ങനെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും സജ്ദ 2 റക്അത്തിലായി ഭാഗിച്ചോതിയിട്ടില്ല. അതിനേക്കാളും വലിയ റഫീഖായ, അതിനേക്കാളും ഉമ്മത്തിനോട് ഷഫഖത്തുള്ള റഹീമായ ഒരാളായി നമുക്ക് മാറാൻ സാധിക്കുകയില്ല. നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് ജനങ്ങൾക്ക് പ്രയാസാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓതി തുടങ്ങാം. ഇത് ഗൗരവമായി പറയേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ശബ്ദം ഓരോ മസ്ജിദിന്റെയും അതിന്റെ അധികാരികളിലേക്ക് എത്തിക്കണം. കാരണം ഭൂരിഭാഗം മസ്ജിദുകളിലും ഈ സുന്നത്ത് ചെയ്യുന്നില്ല.
ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ സജിദയുടെ അവസാനം കുറച്ച് ഓതുക, അല്ലെങ്കിൽ സജിദ തന്നെ ഒരു 3 പേജുള്ള സൂറത്ത് തന്നെ 2 റക്അത്തിലേക്ക് ഓതുകയില്ല. ഒന്നാമത്തെ റക്അത്തിൽ ആ സജിദന്റെ സുജൂദ് കഴിഞ്ഞ് 2 ആയത്ത് കൂടി ഓതി, 2ാമത്തെ റക്അത്തിൽ ഓതിയാൽ പോലും സജിദ തീരാത്ത അവസ്ഥയാണ്. ഇങ്ങനെയാണ് പല മസ്ജിദുകളിലേക്കും എത്തുന്നത്. അത് സുന്നത്തിനെതിരാണ്. മറിച്ച് നമ്മൾ ആ സുന്നത്ത് ശീലമാക്കണം. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് ദീർഘമായ സൂറത്താണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പുറകിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങാൻ എന്നൊരവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് ഈ സൂറത്ത് നമ്മൾ വ്യാഴാഴ്ച രാത്രി ആകട്ടെ അല്ലെങ്കിൽ അല്ലാത്ത സമയത്താകട്ടെ ഈ സൂറത്തിൽ എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത്, അതിന്റെ തഫ്സീർ, ആയത്തുകളൊക്കെ അർത്ഥങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ വെള്ളിയാഴ്ച ഇമാം ഓതുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും. കാരണം 3 പേജോളം ഓതുന്നുണ്ട്, കുറച്ചധികം സമയം ഉണ്ടാകും. നമുക്ക് നല്ല അർത്ഥം അറിയുന്ന, സാധിക്കുമെങ്കിൽ ഹിഫ്ളാക്കാൻ സാധിച്ചാൽ നമുക്ക് ഇമാം ഓതുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധയുണ്ടാകും. കാരണം നമ്മൾ തഫ്സീർ പഠിച്ചിട്ടുള്ള, ഹിഫ്ള് പഠിച്ചിട്ടുള്ള ഒരു സൂറത്ത് ഓതുന്ന സമയത്ത് നമുക്കത് വളരെ ലഘുവായിട്ടാണ് തോന്നുക. എന്നാൽ നമുക്ക് അറിയാത്ത സൂറത്താണ്, ഒന്നും അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓതുന്ന പോലെ ഉണ്ടാവും. ചിലപ്പോൾ ഇമാം 1.5 പേജ് ഓതിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളത് പഠിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ മറ്റേതെങ്കിലുമൊക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ പ്രത്യേകമായ സൂറത്തുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ജുമുഅ നിസ്കാരത്തിന് സൂറത്തുൽ ജുമുഅയും മുനാഫിഖൂൻ വന്നിട്ടുണ്ട്. അതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയും ഗാശിയയും വന്നിട്ടുണ്ട്. അതുപോലെ സലാത്തുൽ ഈദിന് സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയും ഗാശിയയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തു ഖാഫും അതുപോലെ തന്നെ ഖമറും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചില നിസ്കാരങ്ങൾക്ക് പ്രത്യേകം സൂറത്തുകൾ വന്നിട്ടുണ്ട്. അത് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തിന് കാഫിറൂൻ, ഇഖ്ലാസും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഖുലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ഒരായത്ത് ബഖറയിൽ 136. അല്ലെങ്കിൽ ഖുൽ യാ അഹ്ലൽ കിതാബ്, 2ാമത്തെ റക്അത്തിൽ ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ആൽ ഇംറാൻ 64ാമത്തെ ആയത്ത്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ, ചില സൂറത്തുകൾക്ക്, സുന്നത്തായ സൂറത്ത് നിസ്കാരങ്ങൾക്ക് വന്നത് നമ്മളത് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. അതല്ലാതെ ചില സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കാത്ത നിലയിൽ ചില സൂറത്തുകൾ ചില നിസ്കാരങ്ങളിൽ ഓതിയിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അത് നമ്മൾ അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കേണ്ടതില്ല. മറിച്ച് അത് ഇത്തിഫാഖനാണ്, അത് അങ്ങനെ സംഭവിച്ചതാണ്, അതിനുദ്ദേശിച്ച് ചെയ്തതല്ല. അപ്പൊ എങ്ങനെയാണ് അത് രണ്ടും തമ്മിൽ വേർതിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവാക്കിയിട്ടില്ല എന്നത് തന്നെ. ഉദാഹരണത്തിന് സൂറത്തുൻ നജ്ം അവിടുന്ന് മഗ്രിബ് നിസ്കാരത്തിന് ഓതിയിരുന്നു, സൂറത്തുൻ നജ്ം ഓതിയിരുന്നു. അതുകൊണ്ട് ഇടക്കിടക്ക് സൂറത്തുൻ നജ്ം ഓതുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ പതിവാക്കിയിട്ടില്ല. പക്ഷെ അവിടെ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് ഒരു പ്രാവശ്യമെങ്കിലും എടുക്കണം, അതിയായ സ്നേഹമുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരു പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് അയാൾ തെറ്റ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കാതെ അങ്ങനെ പതിവാക്കാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ പതിവാക്കാത്തത് അതങ്ങനെ സംഭവിച്ചതാണ്. നമ്മൾ അങ്ങനെ സ്ഥിരമായി ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതല്ല. അതുപോലെ ഒരിക്കൽ അവിടുന്ന് ഫജ്റിന് 2 റക്അത്തിലും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ളത് പാരായണം ചെയ്തിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ പറയുന്നത് അതും പതിവാക്കിയിട്ടില്ല, ഒരു തവണ മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുകൊണ്ട് 2 റക്അത്തിലും അങ്ങനെ ചെയ്തതാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അതല്ലാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവിടുന്ന് ചെയ്തതാകാം. അഥവാ 2 റക്അത്തിലും ഒരേ സൂറത്ത് ഓതുക എന്നുള്ളത് തെറ്റില്ലാത്ത മശ്റൂ ആയ, ഒരാൾ അയാളുടെ നിസ്കാരം ശരിയാവാത്ത പ്രശ്നമൊന്നും വരികയില്ല എന്ന് പഠിപ്പിക്കാനോ മറ്റോ ആകാം. അവിടുന്ന് പിന്നീട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ അമലാക്കാൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ടതില്ല. എന്നാൽ ഇത് ചെയ്യേണ്ട കാര്യമാണ്, വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ഈ സൂറത്തുകൾ ഓതുക എന്നുള്ളത്. ഇനി അടുത്തൊരു ചോദ്യമായി, അവസാനത്തെ ഒരു ചോദ്യമായി പറയുന്നത്, ഹൽ യജൂസു ഖിറാഅത്തു സൂറത്തിൻ ഫീഹാ സജ്ദ ഫീ ഗൈരി ഫജ്ർ യൗമിൽ ജുമുഅ, ഫജ്റിന്റെ ജുമുഅയുടെ ഫജ്റിനല്ലാതെ സജ്ദയുള്ള സുജൂദുള്ള സൂറത്ത് മറ്റേതെങ്കിലും നിസ്കാരത്തിന് ഓതാമോ എന്നാണ്. ഓതാം എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ സമാഉൻ ഷഖത്ത് ഇശാ നിസ്കാരത്തിന് ഓതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ സുജൂദ് ചെയ്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, സജദ്തു ഖൽഫ അബുൽ ഖാസിം, ഞാൻ അബുൽ ഖാസിമിന്റെ പിന്നിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. ഫല അസാലു അസ്ജുദ ബിഹാ ഹത്താ അൽഖാഹ്, നാളെ മരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ മരണം വരെ ഞാൻ അത് ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കും, അഥവാ ഞാൻ ഇങ്ങനെയുള്ള സൂറത്ത് ഓതിക്കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരു ഹദീസിൽ ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ചയിലുള്ള ഈ ഒരു സുന്നത്ത് സുബഹി നിസ്കാരത്തിനുള്ള ദീർഘമായ സൂറത്തുൽ സജ്ദയും അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനും അത് നമ്മൾ പഠിക്കുകയും അത് നിസ്കാരത്തിൽ ചൊല്ലുകയും ചെയ്യുക. പല മസ്ജിദുകളിലും അത് അലംഭാവം കാണിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല നമ്മുടെ മസ്ജിദുകളിലും, ഭൂരിഭാഗം മസ്ജിദുകളിലും, തൗഹീദുള്ള ആളുകളുടെ മസ്ജിദുകളിൽ തന്നെ പലപ്പോഴും പല അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ഇമാമുമാരാണുള്ളത്. ഇതിൽ നമുക്ക് വലിയൊരു പാടുണ്ട്. നമ്മുടെ നാട്ടിൽ ദീനുമായി, ഖുർആൻ പഠനവുമായി, ഖുർആന്റെ ഹിഫ്ളുമായി അങ്ങേയറ്റം പിറകിലാണ് എന്ന് അറിയിക്കുന്ന ഒരു കാര്യമാണ്.
നമുക്ക് വലിയ നാണക്കേടാണത്. നമ്മൾ ഇത്രയും ആളുകൾ മലയാളികൾ വലിയ ബുദ്ധിമാന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ മസ്ജിദിൽ ഇമാമ് നിൽക്കാൻ മലയാളികളായ ആളുകളില്ല. അതിൻ്റെയൊക്കെ ഒരു പരിധി വരെയുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകൾ 100 കുട്ടികൾ അവർക്ക് ഉണ്ടായി, ഒരു 10 അല്ലെങ്കിൽ 20 വീട്ടിൽ നിന്നായി 100 കുട്ടികൾ ഉണ്ടായാലും ഒരു 5 ആളെ പോലും ഹിഫ്ളിന് വേണ്ടി ഖുർആൻ മനഃപ്പാടമാക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുക എന്നുള്ളത് ഇത് തീരെ ഇല്ലാതായിരിക്കുക. ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ എഞ്ചിനീയറിംഗും ഡോക്ടറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവായി എൻ്റെ ഒരു കുട്ടിയെ 3 or 4 ഉള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു കുട്ടിയെ ഹിഫ്ള് പഠിച്ച് നല്ലൊരു ഇമാമാകാൻ, നല്ലൊരു ഖത്തീബാകാൻ, ഒരു ആലിമാകാൻ ഞാൻ മാറ്റി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് അവർക്ക്. അതൊക്കെ ഒരു മോശം പരിപാടിയല്ല. ഒക്കെ ബംഗാളികളൊക്കെ നമുക്കാക്കാം, ഏതെങ്കിലും ബിഹാരികളൊക്കെ ആക്കാം. നമ്മളെ വലിയ എഞ്ചിനീയറൊക്കെ ആയി നല്ല എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് വല്ല പ്രസംഗമൊക്കെ പറയാൻ പറ്റിയ നമ്മൾ മുന്തിയ ആളായി. അതല്ലാതെ നമ്മൾ മുഴുവൻ ദീന് പഠിച്ച് മസ്ജിദിൽ ഒരു ഇമാമായി, ഒരു ഖത്തീബായി അവിടെ ആ രൂപത്തിൽ പോകുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാറ്റസിന് യോജിക്കാത്തതാണ് എന്നൊരു തോന്നലായിരിക്കാം. ഭൂരിഭാഗം ഇത്തരത്തിലുള്ള തൗഹീദുള്ള ആളുകളുടെ മസ്ജിദിലും മലയാളികളായ ഇമാമാരില്ല. എന്താണ് ഇതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ, പല മസ്ജിദുകളിലും വരുന്ന ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നാടിനെ കുറിച്ച് അല്ലെങ്കിൽ അത്തരക്കാരായ ആളുകളെ കുറിച്ച് കുറ്റം പറയുകയല്ല. ഈ പറയുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പല സുന്നത്തുകളും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇമാം നിൽക്കുന്നത്. പലപ്പോഴും അത്തരം മസ്ജിദുകളിൽ നിൽക്കുന്ന സമയത്ത് പല തെറ്റുകളും അവർ ഓതുന്ന നേരിട്ട് കേട്ടിട്ടുണ്ട്. പല തെറ്റുകളും 1ാമത്തെ പേജ് ഓതി, പിന്നെ 2ാമത്തെ പേജ് തിരിച്ചോതി, മറിച്ചോതി, അങ്ങനെ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. പുറകിലിരിക്കുന്ന ആർക്കും ഇതൊന്നും അറിയുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ കേൾക്കുന്നു, അവർ നിസ്കരിക്കുന്നു, അങ്ങനെ പോകുന്നു. ആളുകൾക്ക് ഇമാമ് നിൽക്കുന്ന ആളുകൾ അവൻ വിശ്വസ്തനായിരിക്കണം, അവൻ ദീന് പഠിച്ച ആളായിരിക്കണം. കേവലം ഇമാമത്തിനൊരു പണി, അതിന്റെ അപ്പുറത്തേക്ക് അവന്റെ അഖീദ എന്താണ്, അവന്റെ വിശ്വാസം അത് സലീമാണോ, തൗഹീദുള്ളവനാണോ, അവൻ സുന്നത്തിനെ കുറിച്ച് അറിയുന്നവനാണോ, ഇതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. ഇമാം എന്ന് പറയുന്നത് മറ്റേ അടിച്ചു വരുന്ന ഒരു പണിക്കൊരാളാക്കുന്നത് പോലെ ഒരാളെ ഇമാം, ഒരു പേരിനൊരാൾ. അയാൾ ദീനുള്ളവനാണോ, ദീന് പഠിച്ചിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ ആരാണ് ഇമാം നിൽക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു നോക്കിയാൽ ദീനിൽ ഏറ്റവും വിജ്ഞാനമുള്ള ആളുകളാണ്. ഖുർആൻ ഹിഫ്ളുള്ള, ദീനിൽ വിജ്ഞാനമുള്ള, ദീനിൽ അറിവുള്ള, സുന്നത്ത് അറിയുന്ന അങ്ങനെയുള്ള ആളുകളാണ് ഇമാം നിൽക്കേണ്ടത്. പക്ഷെ എത്ര മസ്ജിദുകൾക്ക് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ള ആളുകൾ ഇമാം നിൽക്കുന്നുണ്ട് എന്നുള്ളത്? നമ്മുടെ പോരായ്മയാണ്. നമുക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും കോൺട്രിബ്യൂഷനും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നറിയിക്കുന്ന കാര്യമാണ്. ഒരുപാട് വർഷത്തെ ദഅവത്തിന് ശേഷവും നമ്മുടെ മസ്ജിദുകളിൽ നല്ല ഇമാമുമാരെ, ഖുർആനും സുന്നത്തും അറിയുന്ന, സലഫി മൻഹജ് അറിയുന്ന ഇമാമുമാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നത് അറിയിക്കുന്ന കാര്യമാണ്. അത് ഖേദകരമാണ്. അതിൽ തിരുത്തണം. ഹിഫ്ളുകൾ പഠിക്കുന്ന അവസ്ഥ, കുട്ടികൾ ഹിഫ്ള് പഠിക്കുകയും നമ്മുടെ നാടുകളിൽ നമുക്കുള്ള ഇമാമുമാർ നമ്മുടെ കുട്ടികളും നമ്മുടെ മഹലിലുള്ളവരുമാകുക എന്നുള്ള ഒരു രീതി നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബ് നന്നായി പഠിക്കാനും അവന്റെ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി സുന്നത്ത് നന്നായി മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.